Good afternoon. Good afternoon. കേക്കല്ലേ? Good afternoon, Miss. കേക്കാം. Good afternoon, Miss. നമ്മള് എവിടെ വരെയൊക്കെ എടുത്തേന്ന് ഓർമ്മണ്ടോ? 12 ദിവസമായില്ലേ ക്ലാസ്? ആ എവിടെ വരെയാ നമ്മൾ എടുത്തേ? റേഡിയോളജി നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലെ? തുടങ്ങിയില്ലേ? ഡിഫറെന്റ് ടെക്നോളജീസ് പറഞ്ഞില്ലേ? ഇമേജിംഗ് ടെക്നോളജീസ്, എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI സ്കാൻ. എവിടെ വരെ ഒന്ന് നിങ്ങൾക്ക് എടുത്തത് ലാസ്റ്റ് ഒന്ന് പറഞ്ഞേ. നിമിഷ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ കുറച്ച് തിരക്കില്ലായിരുന്നു. അത് തീർത്തു. CSSD ചാപ്റ്റർ തീർത്തു. ക്വസ്റ്റ്യൻസ് എഴുതി. പുതിയ ചാപ്റ്റർ നമ്മൾ റേഡിയോളജി സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? റേഡിയോളജിയോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇല്ല, 11 ക്വസ്റ്റ്യൻ എഴുതി നിർത്തുക ചെയ്തത് CSSDയിലെ. CSSD കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി അല്ലെ? പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നോക്കി പോകാം കേട്ടോ. ഇത് എന്തെങ്കിലും പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന റേഡിയോളജി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സില്? റിൻസി, ഷീബ, നിമിഷ മാത്രമേ ഉള്ളല്ലോ. ഞാനും ഉണ്ട് മിസ്സേ. ഷീബ ഉണ്ട്. പിന്നെ ആരുണ്ടായിരുന്നേ? ഷീബ ഉണ്ട്. ഷീബ ഉണ്ട്, റിൻസി ഉണ്ട്, നിമിഷ ഉണ്ട്. ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ ആരൊക്കെയോ ജോയിൻ ചെയ്തായിരുന്നു തോന്നുന്നു. മേഘ ഉണ്ടായിരുന്നു. മേഘ, അഖിലയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എന്താണ് ഇന്ന് 2 ദിവസമൊക്കെ അവധിയായിരുന്നില്ലേ? സാറ്റർഡേ സൺഡേ ഒക്കെ ഇരുന്ന് പഠിച്ചു തുടങ്ങിയോ? പഠിച്ചോ? പഠിക്കുന്നുണ്ട് മിസ്സേ. ഇതിന്റെ കൂടെ ഇങ്ങനെ കുറേശ്ശെ പഠിക്കുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോ ക്ലാസ് എടുക്കുമ്പോ അന്ന് ഉള്ളത് ഇനി അങ്ങ് പഠിച്ചു തീർത്താൽ മതി നിങ്ങള്. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് വൈകുന്നേരം എക്സാം ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ കൂടി ഡയറ്ററി. ഇതും എന്താ പറയാ, ഒരുപാട് അങ്ങനെ വലിയ ചാപ്റ്റർ ഒന്നുമല്ല. ഈസി ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന തന്നെ ഒരു ചാപ്റ്റർ, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് റേഡിയോളജി. ഓക്കെ ഹരിത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 12 മണി കഴിഞ്ഞല്ലേ? ഓക്കെ, 12:01. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ഓക്കെ, എന്നാ നമുക്ക് എന്നാ ചാപ്റ്റർ തുടങ്ങാം. റേഡിയോളജി നമ്മൾ ഹോസ്പിറ്റലിൽ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ ഒരു എസെൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. എക്സ്റേ ഒക്കെ എടുക്കാനായിട്ടാണെങ്കിലും നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടില്ലേ? സ്കാൻ ചെയ്യാനായിട്ട്, എക്സ്റേ എടുക്കാനൊക്കെ ആയിട്ട് അല്ലേ? എല്ലാവർക്കും ഒരു എക്സ്റേയോ സ്കാനൊക്കെ ചെയ്തവരായിരിക്കുമല്ലോ. ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. റേഡിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. അപ്പൊ അതായത് ഇപ്പൊ ഡോക്ടറിന് ഇപ്പൊ നമ്മളൊന്ന് വീണു, ജസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഇപ്പൊ എന്താ എല്ലിന് വല്ല പൊട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് എന്താ ഡോക്ടറിന് ചെന്ന് കാണുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറയും എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും അല്ലെ? അപ്പൊ എക്സ്റേ എടുത്ത് കഴിയുമ്പോഴാണ് എക്സാക്ട് നമുക്ക് എന്താണ് പറ്റിയത്, എവിടെയാണ് പൊട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് ബ്രേക്ക് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറിന് മനസ്സിലാവണമെങ്കിൽ ആ ഒരു എക്സ്റേയുടെ ഹെൽപ്പ് വേണം. അല്ലാതെ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിന് എന്തായാലും അതെന്താ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് പൊട്ടുന്നത് പുറത്ത് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയാ, എക്സാക്ട് എവിടെയാണ് പൊട്ടുന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ഡോക്ടർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നടത്താനും ഒക്കെ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യും.
പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് നമുക്ക് വയറുവേദനയായിട്ട് ചെയ്യുന്നു, ഡോക്ടർ പറയും സ്കാൻ ചെയ്തിട്ട് വരാൻ പറയും അല്ലെ. അപ്പൊ സ്കാനിങ്ങുകളിലൂടെയാണ് നമുക്ക് എന്താണ് പ്രശ്നം, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് അത് ഒരു സർജറി ചെയ്ത് നോക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസും കാര്യങ്ങളും ഒക്കെ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ട് ഡോക്ടറിന് ഈ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. പുറമേ നിന്ന് നോക്കി മനസ്സിലാവാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളിലുള്ളതൊക്കെ ഡോക്ടറിന് അത് ഈ ഇമേജിംഗ് ടെക്നോളജിയിലൂടെ അത് വിഷ്വലൈസ് ചെയ്ത് അതിന് എന്താണ് രോഗം എന്ന് മനസ്സിലാക്കാനും അത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകാനും ഡോക്ടറെയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിലും റേഡിയോളജി എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ, അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഹോസ്പിറ്റലിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ that deals with the radiant energy in the diagnosis and the treatment of disease by using imaging technologies. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? റേഡിയോളജി എന്ന് പറയുന്നത് is a branch of medicine that deals with the radiant energy. അവിടെ റേഡിയന്റ് എനർജി, റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുടെ മുകളിൽ കൂടെ ഒരു ലൈറ്റ് ഇങ്ങനെ പോകുകയല്ലേ ചെയ്യുന്നേ? റേഡിയേഷൻ ആണ് ആ കടത്തി വിടുന്നത്. റേഡിയന്റ് എനർജി in the diagnosis ചെയ്യാൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ബൈ യൂസിങ് ഇമേജിംഗ് ടെക്നോളജി. ഇമേജിംഗ് ടെക്നോളജി വെച്ചിട്ടാണ് അത് റേഡിയന്റ് എനർജി ഉപയോഗിച്ചിട്ട് ആ ഇമേജിംഗ് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്. ഇനി മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂ ഓർ ഓർഗൻ ഫോർ യൂസ് ഇൻ ദ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസ് മോണിറ്ററിംഗ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്ന? മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ദ വിഷ്വലൈസേഷൻ ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂ ഓർ ഓർഗൻ ഫോർ യൂസ് ഇൻ ദ മെഡിക്കൽ ഡയഗ്നോസിസ്, treatment and disease monitoring. The term imaging composes of the following. ഇങ്ങനെ ഏത് തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കുന്നത് റേഡിയോളജിയില്. ഇപ്പൊ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി പാർട്സുകളോ ബോഡിയിലുള്ള ടിഷ്യൂസോ അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യാം? വിഷ്വലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇമേജിംഗ് ടെക്നോളജി ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഡിഫറെന്റ് ഇമേജിംഗ് ടെക്നോളജി യൂസ്ഡ് ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് തന്നേക്കുന്നത്. 4 ഇമേജിംഗ് ടെക്നോളജി പറയുന്നത് എക്സ്റേ പറയുന്നുണ്ട്, അൾട്രാസൗണ്ട് പറയുന്നുണ്ട്, CT സ്കാന്, MRI സ്കാന്. 4 തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. എക്സ്റേ ഫസ്റ്റ്. എക്സ്റേ എടുത്തിട്ടില്ലേ? ബോൺസിന്റെ കേസുകളിൽ അല്ലെ, ഈ എല്ലിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എല്ലൊക്കെ ഇപ്പൊ കാലിയൊന്ന് വീണു, കൈക്ക് എന്തെങ്കിലും ഫ്രാക്ചറായി, അല്ലെങ്കിൽ കാലിന്, അങ്ങനെ എല്ലുകള് ബോൺസിന്റെ കാര്യത്തില് എന്തെങ്കിലും ഇതാണെങ്കിലാണ് എക്സ്റേ ഡോക്ടർ പറയുന്നത്. ഓക്കെ, എക്സ്റേ ഈസ് എ റാപ്പിഡ് pain-free procedure that is done to create images of the structures within the body, peculiarly the bones. അപ്പൊ ബോൺസിന്റെ കാര്യത്തില് നമ്മള് എടുക്കുന്നത് പറയുന്നത് എക്സ്റേ ആണ്. എക്സ്റേ നമ്മളെല്ലാവരും തന്നെ എന്താ പറയാ എപ്പോഴെങ്കിലും ആദ്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മിക്കവാറും ഏതാണ്? ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഓർത്തോ, അസ്ഥിരോഗ വിഭാഗം അല്ലെ, ബോൺസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അസ്ഥിരോഗ വിഭാഗമാണ്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതലായിട്ട് എക്സ്റേ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ലെൻസിലൊക്കെ എന്തെങ്കിലും നിമോണിയ അല്ലെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻ ഇതൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിമോണിയ, അതുപോലെ തന്നെ ഹാർട്ടിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിലും ഒക്കെ എക്സ്റേ റെഫർ ചെയ്യാറുണ്ട് ഡോക്ടർ. പിന്നെ അതുപോലെ തന്നെ എക്സ്റേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോണിൽ നിന്നുള്ള ഒരു ഡയമെൻഷനിൽ നിന്നുള്ള പിക്ചർ ആണ് കിട്ടുന്നത് എക്സ്റേ. പിന്നെ അത്
അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സ്റേ ആ പറയുന്നത്. എക്സ്റേ എന്ന് പറഞ്ഞാൽ ബോൺസിന്റെ കാര്യത്തില് എക്സ്റേ ഈസ് എ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ. എക്സ്റേ എടുക്കുമ്പോൾ വേദന എടുക്കോ? എക്സ്റേ ഒന്നും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്കറിയാം. ഒരു ജസ്റ്റ് ഒരു ലൈറ്റ്, ഇപ്പൊ കൈ ആണെങ്കിൽ കൈ നമ്മുടെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു റേഡിയേഷൻ, ഒരു ലൈറ്റ് അതിവിടെ പാസ് ചെയ്യും. അപ്പൊ തന്നെ അതിന്റെ വ്യൂ സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ എക്സ്റേ ഫിലിംസ് അങ്ങനെ തന്നെയില്ല. ഡയറക്റ്റ് നമ്മൾ എന്താ ഡോക്ടറിന്റെ ആ കമ്പ്യൂട്ടറിലേക്ക്, ആ സിസ്റ്റത്തിലേക്ക് നേരെ അത് ഇത് കൊടുക്കുക ചെയ്യുന്നത്. അവിടെയാണ് ഡോക്ടർ അത് വിഷ്വലൈസ് ചെയ്തിട്ട് ബോൺസിന് വല്ല പൊട്ടുകൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി എവിടെയാന്നൊക്കെ നോക്കി അതിനനുസരിച്ച് ഫ്രാക്ചർ ഇടുവോ പ്ലാസ്റ്റർ ഇടുവോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. It's a rapid pain-free procedure that is done to create images of the structure within the body, peculiarly the bones. അതിനകത്ത് ഓരോന്നും നോക്കണം നിങ്ങള്. ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ചോദിക്കാം നമുക്ക്. എക്സ്റേ ഏത് ബോൺസിന്റെ കാര്യത്തില് ഈ ബോൺസിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഏത് ഇമേജിംഗ് ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ഏതാണ്? എക്സ്റേ ആണ്. എക്സ്റേ. പിന്നെ നെക്സ്റ്റ് അറിയാം. രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അൾട്രാസൗണ്ട് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ് മേക്ക് ഇമേജ് ഓഫ് ദ സോഫ്റ്റ് ടിഷ്യൂ ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. നോക്കിയ രണ്ടാമത്തെ അൾട്രാസൗണ്ട് പറയുന്നത്. അൾട്രാസൗണ്ട് സ്കാന് റേഡിയോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ അൾട്രാസൗണ്ട് സ്കാൻ ആണ്. റേഡിയോളജിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. ഇതിനകത്ത് ഇപ്പൊ ഈ അൾട്രാസൗണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കത് ഇത് സ്കാനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുന്ന സൗണ്ട് വേവുകള്, ശബ്ദതരങ്ങള് ശരീരത്തിലൂടെ കടത്തി വിട്ടിട്ട് അത് ഡയഗ്നോസ് ചെയ്യുകയാണ്. ഏതാണ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോൺസിന്റെ കാര്യത്തില് ഈ അൾട്രാസൗണ്ട് സ്കാൻ പറ്റില്ല. ബോൺസിന്റെ കാര്യത്തില് അൾട്രാസൗണ്ട് പറ്റില്ല. പിന്നെ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നോക്കാം. ഈ എന്താ പറയാ, നോട്ട് ഇൻവാസീവ് പ്രൊസീജിയർ സേഫ് ടു ഒബ്സർവ് ദ ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രൂണം. നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലും സ്കാനിങ് പറയും. അവിടെ അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് വേറൊരു വേറെ എന്താ പറയാ, ഒരു ദോഷമില്ല അത് ചെയ്യുന്നതുകൊണ്ട്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകൾ മാത്രം കടത്തിവിടുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു റേഡിയേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല. ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അതുപോലെ തന്നെ ചീപ്പുമാണ് ഈ അൾട്രാസൗണ്ട്. ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ചോദിക്കാം, ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ ഭ്രൂണത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി ഏതാണ്? അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ട്. ബോൺസിന്റെ കാര്യത്തിൽ ഏതാ ചെയ്യുന്നേ? ബോൺസിനാണെങ്കിലോ ഏത് ഇമേജിംഗ്? എക്സ്റേ. നോക്കാം. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് മേക്ക് ദ ഇമേജ് ഓഫ് ദ സോഫ്റ്റ് ടിഷ്യൂ ആൻഡ് ഇന്റേണൽ ഓർഗൻ. ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദ തരംഗങ്ങളാണ് ഇതിലൂടെ കടത്തിവിടുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ, വളരെ സേഫ് ആണ്. ഫീറ്റസ് ഭ്രൂണം ഒക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടീവ് ജെല്ല്. ഒരു ജെല്ല് പോലത്തെ ഒരു സാധനം നമ്മുടെ ഇപ്പൊ വയറിലൊക്കെ ആണെങ്കിലും അതിനകത്ത് പറ്റിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ ഇത് ഓടിക്കുമ്പോൾ ഒരു മൗസ് പോലത്തെ ഇത് ജസ്റ്റ് അങ്ങനെ ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീനില് കറക്റ്റ് ആയിട്ട് അത് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അത് രണ്ടാമത്തെ നോക്കണം. അൾട്രാസൗണ്ട് അത് വളരെ എന്താ, ഒരു റേഡിയേഷനും ഇല്ല കേട്ടോ. ഒരു റേഡിയേഷനും ഇല്ല. അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾ ആണ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഈസ് ദ മോസ്റ്റ് സേഫ് ഇമേജിംഗ് ടെക്നോളജി? ഇതാ അൾട്രാസൗണ്ട് ആണ്. സേഫ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി അൾട്രാസൗണ്ട് ആണ്. ഫീറ്റസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. CT സ്കാൻ. എന്താ CTയുടെ എക്സ്പാൻഡഡ് ഫോം? CT കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. അതൊന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. CT കമ്പ്യൂട്ടർ, COMPUTED, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ, TOMOGRAPHY, കമ്പ്യൂട്ടർ
ടോമോഗ്രഫി സ്കാൻ ആണ് CT സ്കാൻ എന്ന് പറയുന്നത്. CT സ്കാൻ. ഈ CT സ്കാൻ എന്ന് പറഞ്ഞാൽ എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ എക്സ്റേ സൗണ്ട് വേവ്സ് തന്നെ ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യാണ്. വളരെ കുറച്ച് ടൈം മാത്രമേ CT സ്കാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാം. CT സ്കാനില് മറ്റൊന്ന് നമ്മളെ എക്സ്റേയിൽ എന്താ പറഞ്ഞ ഒരു കോണിൽ നിന്നുള്ള ഡയറക്ഷൻ മാത്രം, ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ CTയില് ഈ CT സ്കാനില് 360 ഡിഗ്രിയിലുള്ള വ്യത്യസ്ത കോണിൽ നിന്നുള്ള ഒരു എക്സ്റേ ചിത്രം ലഭിക്കുന്നു. ഇത് എക്സ്റേ പോലെ തന്നെയാണ്, എക്സ്റേയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് CT സ്കാൻ ചെയ്യുന്നത്. എക്സ്റേയില് ഒരു ഡയറക്ഷനിൽ നിന്നുള്ള ഒരു കോണിൽ നിന്നുള്ള ഇമേജ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ CT സ്കാനില് 360 ഡിഗ്രിയിലുള്ള വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ആ പിക്ചേഴ്സ് നമുക്ക് ലഭിക്കും. ഇവിടെ നോക്കിയേ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ known in the name as computer tomography scan made of computer process blend of many X-ray measurement from different angles to generate cross-sectional image of specific area of a object, allowing the user to see inside the object without cutting. അത് തന്നെ കട്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഈ ക്രോസ് സെക്ഷൻ ഇമേജ് കിട്ടുക ചെയ്യുന്നത്. അത് പല ആംഗിളിൽ നിന്നുള്ള ഒരു പിക്ചറാണ് കിട്ടുന്നത്. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തല മുതൽ കാല് വരെയുള്ള CT സ്കാൻ എടുക്കാം. പെട്ടെന്ന് തന്നെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും പറ്റും CT സ്കാൻ. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. എക്സ്പാൻഡഡ് ഫോം കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ. പിന്നെ നെക്സ്റ്റ് നോക്കാം, MRI ആണ്. MRI സ്കാൻ. MRI എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ ദ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3-dimensional ഇമേജ്. ഇവിടെ ഉപയോഗിക്കുന്ന എന്താ? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു view the structure and create 3-dimensional image. Shows blood clot damage from ligaments and tendons, other soft tissue abnormally invasive. MRI എന്ന് പറയുന്നത്, MRI സ്കാൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ഈ CT സ്കാനിന്റെയും അൾട്രാസൗണ്ടും എക്സ്റേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് MRI എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നടുവേദനയായിട്ട്, പിന്നെ അതുപോലെ ബ്രെയിനില് എന്തെങ്കിലും പ്രശ്നങ്ങള്, ബ്രെയിനിലേക്കുള്ള സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ MRI ചെയ്യാൻ പറ്റുന്നു. അത് ഓർത്തോക്കാരാണ് കൂടുതലായിട്ട് MRI പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല സൗണ്ട് കേൾക്കും. ഒരു ട്യൂബിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന പോലെ തോന്നും. നമുക്ക് കുറെ സൗണ്ട് കൂടുതലായിരിക്കും. ആരെങ്കിലും MRI ചെയ്തിട്ടുണ്ട്? MRI സ്കാൻ MRI ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? സൗണ്ട് കേട്ടോ? നല്ല സൗണ്ട് ഉണ്ടായിരുന്നോ? ഫുള്ളായിട്ട് നമ്മള് ഓരോ ട്യൂബിൽ കൂടെ ഇങ്ങനെ അകത്തേക്ക് കടത്തി വിടുക അല്ലായിരുന്നോ? നമുക്ക് പേടി തോന്നും. നമുക്കത് പേടി തോന്നും. നമ്മളൊരു ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്ന പോലെ. ഇപ്പൊ CT സ്കാൻ, അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യണ പോലെ അല്ല. MRI എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് താനും. അതുപോലെ സൗണ്ട്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. നല്ല സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ ഒരു ട്യൂബിൽ കൂടെ നമ്മളിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ തള്ളി വിടും. എന്നിട്ട് ഫുള്ള് നമുക്ക് സ്കാൻ ചെയ്ത് എടുക്കും. അപ്പൊ അതിനകത്ത് നോക്കിയേ, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ ദ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3-dimensional ഇമേജ് അവിടെ കാണിക്കുന്നു. പിന്നെ നോക്കിയേ, ഷോസ് ദ ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, ടോൺസ് ലിഗ്മെന്റ്സ്. ടോൺസ് ലിഗ്മെന്റ് എന്ന് വെച്ചാൽ പൊട്ടിയ ലിഗ്മെന്റ്സ്, സന്ധികള്. പിന്നെ അതുപോലെ ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്നായുക്കള് മലയാളം. സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ കണക്ട് ആവും മസിൽ ടു ബോൺസ്. മസിൽസും ബോൺസും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. മലയാളത്തില് സ്നായുക്കൾ എന്ന് പറയും. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോൺസ്, 2 ബോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇത്. അതാണ് ലിഗ്മെന്റ്സ്, സന്ധികള്. പൊട്ടിയ ലിഗ്മെന്റ്സ്, അതുപോലെ തന്നെ ടെൻഡൻസ്, സ്നായുക്കള്, അതർ സോഫ്റ്റ് ടിഷ്യൂസ്, അബ്നോർമാലിറ്റി, ഇൻവാസീവ്, അങ്ങനെയുള്ളതൊക്കെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് MRI യൂസ് ചെയ്യുന്നത്.
കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് ഇതിപ്പോ കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത് MRI സ്കാൻ ആണ്. ഇങ്ങനെ 4 ഇമേജിംഗ് ടെക്നോളജി നമ്മൾ പറഞ്ഞു. എക്സ്റേ പറഞ്ഞു, രണ്ടാമത്തെ അൾട്രാസൗണ്ട് പറഞ്ഞു, മൂന്നാമത്തെ CT സ്കാൻ പറഞ്ഞു, പിന്നെ അടുത്ത MRI പറഞ്ഞു. എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസിന്റെ കാര്യമാണ് ആദ്യം തന്നെ ഓർക്കുക. ബോൺസിനൊക്കെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് എക്സ്റേ. പിന്നെ രണ്ടാമത്തെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. അത് വളരെ എന്താ പറയാ ഒരു ഇൻവാസീവ് അല്ല, അത് ഒരു റേഡിയേഷൻ ഒന്നും ഇല്ല അൾട്രാസൗണ്ട്. അപ്പൊ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് തന്നെയാണ് കടത്തി വിടുന്നത്. ഫീറ്റസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ ആണ്. പിന്നെ അടുത്താണ് CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ്. അത് ഈ എക്സ്റേയുടെ അതേ ഇത് തന്നെയാണ് CT സ്കാൻ എന്ന് പറയുന്നത്. ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ എക്സ്റേയുടെ ഒരു മോഡിൽ നിന്നുള്ള ചിത്രം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ CT സ്കാനിന്റെ 360 ഡിഗ്രിയിലുള്ള വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ആ പിക്ചർ നമുക്ക് കിട്ടും. CT സ്കാന് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസീസ് എന്തൊക്കെയാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ അടുത്താണ് MRI എന്ന് പറയുന്നത്. MRI ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഹൈലി എക്സ്പെൻസീവ് ആണ് MRI സ്കാൻ എന്ന് പറയുന്നത്. ഓർത്തോക്കാനാണ്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ജോയിന്റ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, മുട്ടിന്റെ വേദനയൊക്കെ മുട്ടിന്റെ MRI എടുക്കാൻ പറയും. അങ്ങനെയുള്ളതൊക്കെ ഇത് ചെയ്തത്. നല്ല സൗണ്ട് കേൾക്കും. അതുപോലെ നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്ന ആള് മൂക്കിക്കടെ ഇങ്ങനെ ഭാഗത്തേക്ക് ഇങ്ങനെ കടത്തി വിടും. ആ ഒരു സംഭവമാണ് MRI. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്കാണ്. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. ഫസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജി. മൂന്നാമത്തെ റേഡിയേഷൻ ഓങ്കോളജി. ഫസ്റ്റ് നോക്കിയേ, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറഞ്ഞത് എങ്ങനെയാന്ന് നോക്കിയേ, അതെന്താ ഡയഗ്നോസ് ചെയ്യാനായിട്ട് അല്ലെ. ആ പേരിൽ തന്നെ നമുക്ക് അറിയാം ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. Radiologists employ imaging technique like X-ray, ultrasound, CT scan, and MRI scan to identify disorder throughout the body. For radiologist എന്ന് പറഞ്ഞാൽ radiologist medical doctor ആണ്. Radiologist are medical doctor that specialize in diagnosing and treating injury or disease using medical image or radiology. ഇത് മെഡിക്കൽ ഡോക്ടർ ആണ് റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് എംപ്ലോയീസ് ഇമേജിംഗ് ടെക്നിക്ക്, എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയുള്ള ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, എന്താണ് ഡിസീസ് എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ ഡിസോർഡേഴ്സ്, നമ്മുടെ ബോഡിയിലുള്ള ഡിസോർഡർ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ഇതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഒന്നാമത്തെ എന്താ ചെയ്യുന്നത്, ഈ ഡോക്ടർ ഏത് ഇമേജിംഗ് ടെക്നോളജി ആണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലുള്ള ഡിസോർഡർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, രോഗനിർണയം എന്താണെന്നുള്ള രോഗം മനസ്സിലാക്കുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഇനി രണ്ടാമത്തെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ അവിടെ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവിടെ ഒരു എന്താ പറയാ അതിനൊരു ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുക ചെയ്യുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത് അവിടെ ഒരു ഡിസീസിന് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നത് radiology that focus on using the minimally invasive interventional technique, non-surgical treatment, സർജറിയുടെ കൂടെ അല്ലാതെ എന്ത് ചെയ്യുന്നു, ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. ഡയഗ്നോസ് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ത് ചെയ്യുന്നു, ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മുടെ ഡിസീസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ എന്താ നടത്തുന്നത്, ആ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. ഡയഗ്നോസ് ഈ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്
എന്ത് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ് ഇത് ചോദിക്കാം കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ, അതിനാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ആൻജിയോഗ്രാഫി വരും. പിന്നെ രണ്ടാമത്തെയാണ് ബയോപ്സി പ്രൊസീജിയർ, ബയോപ്സി പറഞ്ഞുതരാം. നെക്സ്റ്റ് മൂന്നാമത്തെ കാർഡിയാക് കാത്തറൈസേഷൻ, നാലാമത്തെയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇത് ഓരോന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് റേഡിയോളജിക്കൽ വർക്കിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. 3 മനസ്സിലായല്ലോ? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ അല്ലേ? ഇനി അതിനകത്ത് നമ്മൾ ഫസ്റ്റത്തെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയെ പറഞ്ഞത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ എന്താ ചെയ്യുന്നേ? റേഡിയോളജിസ്റ്റ് എംപ്ലോയി എന്ത് ചെയ്യുന്നു? ഈ ഇമേജിംഗ് ടെക്നിക്കുകൾ, എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ പോലുള്ള ഇമേജിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. മനസ്സിലാവണല്ലേ നിങ്ങൾക്ക്? എന്താണ് ആരും ഒരു ആക്റ്റീവ് അല്ലാതിരിക്കുന്നേ? നമുക്ക് 2 ചാപ്റ്റർ കൂടി നിങ്ങൾക്ക് തീർക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും കൂടി അതിന്റെ ഒപ്പം ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. എന്താ വേഗം നമുക്ക് ആ ചാപ്റ്റർ ഒരുപാട് ടൈം നമുക്ക് ഇനി കളയാനില്ല. ഇനിയിപ്പോ ഈ ആഴ്ചയിൽ 3 ക്ലാസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ അത്രയും കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ എന്താ ചെയ്യുന്നേ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയില് ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എന്താ ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയില്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? എന്താ വരുന്നത്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻസ്, ഇമേജിംഗ് ടെക്നിക്സ്. ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? റേഡിയോളജിസ്റ്റ് എന്ത് ചെയ്യുന്നേ? നമ്മളുള്ള ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലെ വർക്കിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറയും. അതിലാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പറഞ്ഞത്. അതിനകത്ത് റേഡിയോളജിസ്റ്റ് ഇമേജിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാ? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ പോലുള്ള ഈ ഇമേജിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ എന്താ വരുന്നത്? അത് ഡയഗ്നോസിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് കൂടി നടത്തുന്നു. അതാണ് ആ ഡിഫറൻസ്. Radiology that focus on using imaging invasive interventional technique, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്, സർജറി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സർജറി കൂടാതെ ഇൻവാസീവ്, ആക്രമണാത്മകമല്ലാത്ത ഇന്റർവെൻഷണൽ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ദ പേഷ്യന്റ്. ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ ട്രീറ്റ്മെന്റും ചെയ്യുന്നു. അതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ രോഗനിർണയം, ആ ഡയഗ്നോസ് മാത്രമല്ല ചെയ്യുന്നത്, അതിന്റെ ഒപ്പം തന്നെ ട്രീറ്റ്മെന്റും നൽകുന്നു. അതിനകത്ത് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ് 4 വരുന്നുണ്ട്. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ, അതിനാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ആൻജിയോഗ്രാഫി എന്ന് കേട്ടിട്ടുണ്ടോ? ആൻജിയോഗ്രാഫി എന്തിനു വേണ്ടിയിട്ടാ? ബ്ലഡ് വെസൽസ് ബ്ലഡ് വെസൽസിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാഫി ചെയ്യുന്നത് അല്ലെ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലോക്ക് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ആണ്. അത് രണ്ടും അതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ എഴുതി തരാം കേട്ടോ. ആൻജിയോഗ്രാഫിയും വരുന്നുണ്ട്, ആൻജിയോപ്ലാസ്റ്റിയും വരുന്നുണ്ട്. ഈ ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ്
ഇമേജിങ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ. ഇതിനകത്ത് ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. അത് ഇത് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആൻജിയോഗ്രാഫിയിൽ എന്താ ബ്ലോക്ക് കണ്ടുപിടിച്ച അപ്പൊ അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ട്രീറ്റ്മെന്റും കൂടി കൊടുക്കുക, ബ്ലോക്ക് മാറ്റവും കൂടി ചെയ്യാണ്. ഓക്കെ, ആൻജിയോഗ്രാഫി. രണ്ടാമത്തെയാണ് ബയോപ്സി പ്രൊസീജിയർ. ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ബയോപ്സി നമ്മുടെ ബോഡിയിലുള്ള ഒരു ചെറിയ ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ എക്സാമിനേഷന് വേണ്ടി അയക്കും. പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ ആണോ എന്നൊക്കെ സംശയമുള്ള കേസുകളിൽ ബയോപ്സിക്ക് അയച്ചു എന്ന് കേട്ടിട്ടില്ലേ? ബയോപ്സി. അപ്പൊ അതാണ് ബയോപ്സി പ്രൊസീജിയർ. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയുന്നത്. കാർഡിയാക് കാത്തറൈസേഷൻ, കത്തീറ്ററൈസേഷൻ അല്ലേ മിസ്സേ? കത്തീറ്റർ യൂസ് ചെയ്തിട്ട് കാത്ത് ലാബിലൊക്കെ ഹൃദയത്തിന്റെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ബ്ലോക്കുകൾ ഇതുപോലെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കത്തീറ്റർ കടത്തി വിട്ടിട്ട് അത് ആ ബ്ലോക്കുള്ള ഭാഗം എന്താ ക്ലിയർ ആക്കുന്നതാണ്. കാത്ത് ലാബിൽ യൂസ് ചെയ്യുന്നതാണ് കാർഡിയാക് കത്തീറ്റർ. പിന്നെ അടുത്തത് അത് ഞാൻ എഴുതി തരാം കേട്ടോ. അത് 4 ഞാൻ ജസ്റ്റ് ഒന്നും എഴുതാം, ഓരോ സെന്റൻസ്. പിന്നെ അടുത്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. പിന്നെ അടുത്താണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി ഓപ്പറേഷൻ ഇല്ലാതെ ആ ഒരു ബ്ലോക്ക് മാറ്റുന്ന രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ ബ്ലോക്ക് മാറ്റുന്ന രീതി അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ കത്തീറ്റർ കടത്തി വിട്ടിട്ട് ബ്ലോക്ക് ഉള്ള ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ബ്ലോക്ക്, അതിന്റെ അവിടെ ഒരു സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്റ്റെൻഡ് എന്ന് പറയുന്നത്, അതായത് ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് ഒരു ബലൂൺ പോർട്ട കെട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ നമ്മൾ ഒരു ബലൂൺ പോർട്ട് സാധനം കൊണ്ടുപോകും. അപ്പൊ ആ രക്തക്കൊഴ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, രക്തക്കൊഴൽ ചെറുതാവുമല്ലേ. അപ്പൊ അതിൽ കൂടെ ശരിക്കും ബ്ലഡ് സാധാരണ പോണ പോലെ ബ്ലഡ് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ ബ്ലോക്ക് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ബ്ലഡ് രക്തക്കൊഴലുകൾ ഇങ്ങനെ കുറഞ്ഞ് ചെറുതായിട്ട് ഇരിക്കുന്ന അവിടെ ചെന്നിട്ട് ബലൂൺ പോലത്തെയുള്ള സാധനം അവിടെ ഒന്ന് ഇങ്ങനെ വികസിക്കും. അപ്പൊ അപ്പൊ അവിടുത്തെ ബ്ലഡ് വെസലിൽ എന്ത് ചെയ്യുന്നു, വലുതാവും. അവിടെ ബലൂൺ വെച്ച് ബ്ലോക്കുള്ള സ്ഥാനത്ത് വികസിപ്പിച്ചിട്ട് അവിടെ സ്റ്റെൻഡ് എന്ന് പറഞ്ഞൊരു സാധനം, അതൊരു മെറ്റലാണ്. മെറ്റല് സ്പ്രിംഗ് പോലെ ഇരിക്കുന്നതാണ്. ആ സ്റ്റെൻഡ് അവിടെ വെക്കും. അപ്പൊ സ്റ്റെൻഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ, പിന്നെ അവിടെ ആ കുഴല് ചെറുതാകോ? സ്റ്റെൻഡ് ഇങ്ങനെ നോക്കി ഒരു റിങ് പോലത്തെ ഒരു സാധനം ആ രക്തക്കുഴലിൽ വെച്ച് കഴിഞ്ഞാല് അപ്പൊ അവിടെ ആ സ്റ്റെൻഡ് അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ ഈ ബ്ലോക്ക് ഇങ്ങനെ സ്റ്റെൻഡിന്റെ സഹായത്തോടു കൂടി പൂർണ്ണമായിട്ട് മാറ്റണത്, അതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. ആൻജിയോഗ്രാഫി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റെൻഡ് ഉപയോഗിച്ചിട്ട് ആ ബ്ലോക്ക് പൂർണ്ണമായും മാറ്റുന്ന അതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു 4 ഒന്ന് വേഗം ഒന്ന് എഴുതിക്കോ കേട്ടോ. ഒന്ന് എഴുതിക്കോ. ആൻജിയോഗ്രാഫി ഫസ്റ്റ് എഴുതാം. ആൻജിയോഗ്രാഫി. 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 Angiography, angiography or arteriography, arteriography is a angiography or arteriography is a medical imaging technique, medical imaging technique used to medical imaging technique used to visualize 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 the inside of blood vessels and organ of the body. Visualize the inside of blood vessel and organ of body. Okay, ഇതാണ് ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ. Is a medical imaging technique used to visualize the inside of the blood vessel and organ of the body. ആണ് ആൻജിയോഗ്രാഫി. It's a diagnostic test. അതുകൂടി ഒന്ന് എഴുതിക്കോ ചെറുതായിട്ട്. Angiography is a diagnostic test. ഡയഗ്നോസ് ചെയ്യാണ് അവിടെ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യും. ആൻജിയോഗ്രാഫി. ക്ലിയർ ആയോ ആൻജിയോഗ്രാഫി എന്താണെന്നുള്ളത്?
ക്ലിയർ ആയോ? ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞ എന്താ? ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ അതായത് ബ്ലോക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ. ബ്ലഡ് വെസൽസ് ചെക്ക് യുവർ എനി പൊട്ടൻഷ്യൽ ഹാർട്ട് കണ്ടീഷൻ. ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി. രണ്ടാമത്തെ എഴുതിപ്പോ ബയോപ്സി. BIOPSY ബയോപ്സി. ബയോപ്സി നമ്മുടെ ബോഡിയിലുള്ള ഒരു ചെറിയൊരു ടിഷ്യൂ, ഒരു പീസ് ഓഫ് ടിഷ്യൂ എടുത്തിട്ട് അത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കുന്നു അല്ലെ, ബയോപ്സി. അപ്പൊ ബയോപ്സിക്ക് അയക്കുക എന്ന് പറയും. ബയോപ്സി ഒരു ചെറിയ പീസ് ടിഷ്യൂ അയക്കും. അപ്പൊ ആ ടിഷ്യൂ നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ക്യാൻസർ ഒക്കെ ഉണ്ടോ, അതെങ്ങനെയാ ടെസ്റ്റ് ചെയ്യുന്നത്? ബയോപ്സിക്ക് അയക്കുക എന്ന് പറയും. ബയോപ്സിക്ക് അയച്ചാൽ അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ക്യാൻസർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ബയോപ്സി എന്ന് പറഞ്ഞാൽ സ്മോൾ പീസ് ഓഫ് ടിഷ്യൂ taken from living person is examined. Examine under the microscope. To find out type of disease. ഏത് ടൈപ്പ് ഡിസീസ് ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു ടിഷ്യൂ എടുക്കുന്നതിനാണ്, അത് എക്സാമിൻ ചെയ്യുന്നതിനാണ് ബയോപ്സി എന്ന് പറയുന്നത്. To find out the type of disease. Small piece of tissue taken from living person is examined under the microscope to find out the type of disease. ഇനി നെക്സ്റ്റ് ആണ് cardiac catheterization. അതുകൊണ്ട് എഴുതിക്കോട്ടോ. Cardiac catheterization is a medical procedure done by cardiologist used to evaluate heart function and to diagnose cardiovascular condition. ഇവിടെ പറയാം, cardiac catheterization is a medical procedure done by cardiologist used to evaluate heart function and to diagnose cardiovascular conditions. Okay, next ആണ് angioplasty. അതും കൂടി ഒന്ന് എഴുതിക്കോട്ടോ. Angioplasty. Angioplasty. Angioplasty is a procedure. Angioplasty is a procedure used to open blocked, BLOCKED, blocked coronary, CORONARY, coronary arteries, ARTERIES, caused by
caused by coronary artery disease. The procedure ആണെന്ന് ഓർത്താൽ മതി കേട്ടോ. To open block the coronary arteries caused by coronary artery disease. Coronary artery disease ഉള്ളവരുടെ ആ ആർട്ടറീസ്, കൊറോണറി ആർട്ടറീസ് അത് ഓപ്പൺ ചെയ്യണം. അതിന്റെ ബ്ലോക്ക് മാറ്റുന്ന ആ ഒരു പ്രൊസീജിയർ നാരോ ആർട്ടറീസ്, ഇടുങ്ങിയിരിക്കുന്ന ആർട്ടറികളൊക്കെ വൈഡ് ടു ട്രീറ്റ് ദ ഹാർട്ട് കണ്ടീഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു, അതിന്റെ ബ്ലോക്ക് മാറ്റുന്ന ഒരു ഇതാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ വരുന്നതാണ് കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് ആൻജിയോഗ്രാഫി, ബയോപ്സി, cardiac catheterization, angioplasty. Okay. Okay. അപ്പൊ നാല് മനസ്സിലായില്ലേ? ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡിക്കൽ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെന്ന് ഓർക്കാം. ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് ആൻജിയോഗ്രാഫി. പിന്നെ ബയോപ്സി പറഞ്ഞു, കാർഡിയാക് കാത്തറൈസേഷൻ പറഞ്ഞു. ആൻജിയോപ്ലാസ്റ്റി എന്താ? അത് നമ്മൾ അത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാണ്, മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ആ ടെസ്റ്റ് ആ ബ്ലോക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയർ. ഇത് ഞാൻ പറഞ്ഞു, ആ ബ്ലോക്കുള്ള കാത്തീറ്ററിന്റെ സഹായത്തോടു കൂടി ബ്ലോക്കുള്ള ഭാഗം കണ്ടുപിടിച്ചിട്ട് അതിന്റെ അവിടെ ടിപ്പിലെ കാത്തീറ്ററിന്റെ അവിടെ ഒരു ബലൂൺ പോലത്തെ ഒരു സാധനം വെക്കും. എന്നിട്ട് ആ ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ ബലൂൺ ഇങ്ങനെ വികസിക്കും. അപ്പൊ ആ ബ്ലോക്ക് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു, ആ ബലൂൺ തീർക്കുമ്പോ അത് വികസിക്കും. എന്നിട്ട് അത് പഴയ പോലെ ആവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു മെറ്റൽ സ്റ്റെന്റ് എന്ന് പറയും അതിന്. സ്റ്റെന്റ്, STENT, സ്റ്റെന്റ് സ്പ്രിംഗ് പോലത്തെ ഒരു മെറ്റൽ കൊണ്ടുള്ള ഒരു ഇതാണ്. അത് അവിടെ പ്ലേസ് ചെയ്യുന്നു. അതായത് ആ കുഴല് പിന്നെ ഒരിക്കലും ഇങ്ങനെ ചുരുങ്ങി പോവില്ല. ആ സ്റ്റെന്റ് അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ സാധാരണ പോലെ തന്നെ ബ്ലഡ് പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ആണ്, ബ്ലോക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയറിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് അടുത്ത് എന്താ നോക്കാം. റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് കേട്ടിട്ടില്ലേ? എന്താ ഓങ്കോളജി? ഓങ്കോളജി എന്താ? എന്തിനെ കുറിച്ചുള്ള പഠനം? ഓങ്കോളജി കേട്ടിട്ടുണ്ടോ? സ്റ്റഡി ഓഫ് ക്യാൻസർ. അതാണ് ഓങ്കോളജി. ഒന്ന് എഴുതി വെച്ച അവിടെ. ആ പ്രിന്റഡ് നോട്ടിൽ തന്നെ എഴുതിയാലും മതി. ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം, ഇതിനാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. അപ്പൊ മൂന്നാമത്തെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ത്രീ ഡിഫറെന്റ് ഏരിയ റേഡിയോളജി വർക്ക് ചെയ്യുന്ന 3 ഡിഫറെന്റ് ഏരിയസ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി പറഞ്ഞു, രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജി, പിന്നെ മൂന്നാമത്തെയാണ് റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസിന്റെ റേഡിയേഷൻ ഉപയോഗിച്ച് അവിടെ കരിച്ചു കളയുന്ന റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ആ കോശങ്ങളെ, ക്യാൻസർ ഉണ്ടാകുന്ന കോശങ്ങളെ ഇങ്ങനെ കരിച്ച് നശിപ്പിച്ചു കളയുന്നത് കേട്ടിട്ടില്ലേ? ഇറ്റ്സ് എ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി. റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ആണ്. അതായത് നോക്കിയേ, ഓൺ ക്യാൻസർ പേഷ്യന്റ് ആണ്. Radiation oncology is used for performing a radiation-based therapy on cancer patient. High free energy radiation utilized to treatment destroy the cancer cell. അവിടെ ഹൈ മെഗാവോൾട്ടിലുള്ള റേഡിയേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈ എനർജിയിലുള്ള റേഡിയേഷൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രിവെന്റ് ദം ഫ്രം proliferating. Proliferating എന്ന് പറഞ്ഞാൽ വ്യാപനം, സ്പ്രെഡ് ചെയ്യുന്നത് തടയാനും ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹൈ എനർജിയിലുള്ള റേഡിയേഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. Thus, this process can either regulate the problem or can cure it entirely. ഒന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് റെഗുലേറ്റ് ചെയ്യും, ആ ക്യാൻസറിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തും, കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തും. ഓർ ക്യാൻ ക്യൂർ ഇറ്റ് എൻറ്റയർലി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറാനും സഹായിക്കുന്നു. അല്ലെ, ക്യാൻസർ ഉള്ള ആളുകൾ പറയുന്ന കേട്ടില്ലേ, റേഡിയേഷൻ ചെയ്യാൻ പോണം. അതിപ്പോ മാസത്തിൽ എല്ലാ മാസവും ചിലപ്പോ റേഡിയേഷൻ ചെയ്യണം. കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് റേഡിയേഷൻ
ഓങ്കോളജി എന്ന് പറയുന്നത്. ക്യാൻസർ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ് ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റേഡിയേഷൻ ഓങ്കോളജി. ഇത്രയും നോക്കാം. അതിനകത്ത് ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യന്റ്. ഏതാണ് റേഡിയേഷൻ ഓങ്കോളജി. ഇത് ഓങ്കോളജി എന്താ? ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ ഓങ്കോളജിയിൽ എന്താ ഉപയോഗിക്കുന്നത്? ഹൈ എനർജിയിലുള്ള റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ആ ക്യാൻസർ ഉണ്ടാക്കുന്ന ആ കോശങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ അത് വ്യാപിക്കാൻ നെക്സ്റ്റ് അടുത്ത കോശങ്ങളിലേക്ക് ആ ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോലിഫറേറ്റിംഗ് എന്ന് വെച്ചാൽ വ്യാപിക്കുന്നത് തടയുന്നു, അതിനെ പ്രിവെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്താണ് ഇങ്ങനെ റേഡിയേഷൻ ഓങ്കോളജി ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ആ ക്യാൻസർ എന്ന് പറഞ്ഞ ആ പ്രശ്നത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു, അല്ലെങ്കിൽ ആ രോഗം പൂർണ്ണമായിട്ട് മാറുന്നു. ഈ ക്യാൻസർ വന്നിട്ട് പൂർണ്ണമായിട്ട് മാറുന്ന കേസുകൾ ഉണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ആ, പൂർണ്ണമായിട്ട് മാറുന്ന കേസുകളും ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ തുടക്കത്തിലെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. നമ്മളിപ്പോ അറിയുന്നത് തന്നെ ഒത്തിരി വളരെ 2-3 സ്റ്റേജിലൊക്കെയാണ്, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലൊക്കെയാണ് അറിയുന്നത് തന്നെ നമ്മള്. അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയാ, അധികം ഇതില്ല. തുടക്കത്തിലെ തന്നെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു റേഡിയേഷനിലൂടെ തന്നെയൊക്കെ നമുക്ക് കുറെയൊക്കെ എന്തെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ അതിനെ മാറ്റാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനെ പറയുന്നത്. ഇതൊക്കെ പോയിന്റ്സ് ഒന്ന് വായിച്ചു പോയേ ഉള്ളൂ, എളുപ്പമാണ്. ലൊക്കേഷൻ എവിടെയാണ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കേണ്ടത് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേക്കണേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓൺ ഐഡിയലി ഓൺ ദ ഏത് ഫ്ലോറിലായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോർ. ഓപ്ഷൻസിൽ ഉണ്ടാവും. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോർ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. രണ്ടാമത്തെ നോക്കിയേ, ദ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് ദ ഒപ്റ്റിമൽ ലൊക്കേഷൻ ഫോർ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് ലൈക്ക് CT ആൻഡ് MRI സ്കാനേഴ്സ്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്ന? ദ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് ഒപ്റ്റിമൽ ലൊക്കേഷൻ. ഏറ്റവും അനുയോജ്യം, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വയ്ക്കാനായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നോക്കിയേ, ഫോർ സോഫിസ്റ്റിക്കേറ്റഡ്. എന്താ സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുന്നത്? സങ്കീർണമായിട്ടുള്ള, ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ളത്, നല്ല വെയിറ്റ് ഉള്ള മെഷീൻ അല്ലേ CT MRI സ്കാനേഴ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആ സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്, അല്ലെ? MRI സ്കാനേഴ്സ് ഒക്കെ ഭയങ്കര വെയിറ്റ് ഉള്ള മെഷീൻ അല്ലേ? 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 വലിയ മെഷീൻ അല്ലേ? ആ, അപ്പൊ അങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാൻ ഏറ്റവും അനുയോജ്യം ഏത് ഫ്ലോർ ആയിരിക്കും? ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അപ്പൊ തന്നെ ഓർക്കാം എന്താണ് ഈ MRI സ്കാനേഴ്സും CT സ്കാനൊക്കെ എന്ന് വെച്ചാൽ വളരെ വലിയ എക്യുപ്മെന്റ്സ് ആണ്. അത് വെക്കാൻ ഏറ്റവും അനുയോജ്യം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. The department not only cares for walk-in patient but also emergency patient who may be unable to walk or who require rapid scanning to make a diagnosis. The department not only cares for walk-in patient. ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത് ഏതാണ്? ഈ walk-in patientsന് നടക്കുന്ന walk-in patientsന് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The department not only cares for walk-in patient but also ആരെ കൂടി നോക്കുന്നുണ്ട്? എമർജൻസി പേഷ്യന്റ് who may be unable to walk or who require rapid scanning. പെട്ടെന്ന് സ്കാനിങ് ആവശ്യമായിട്ടുള്ള എമർജൻസി പേഷ്യൻസിനും പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തിട്ട് വരാനൊക്കെ പറയുന്ന, അങ്ങനെ നടക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ രോഗനിർണയം നടത്താനായിട്ട് പെട്ടെന്ന് ആ ഡിസീസ് സ്കാൻ ചെയ്യേണ്ട ആവശ്യമുള്ള പേഷ്യൻസിന്, അങ്ങനെയുള്ള അത്യാഹിത എമർജൻസി പേഷ്യൻസിനെയും കൂടി ഈ ഡിപ്പാർട്ട്മെന്റ് കെയർ ചെയ്യുന്നുണ്ട്.
ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? The department not only cares for walk-in patientsന് മാത്രമല്ല എമർജൻസി പേഷ്യൻസിനും കൂടി കെയർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുള്ളതാ പറഞ്ഞേക്കുന്നത്? unable to walk or who require rapid scanning for make a diagnosis ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്കാനിങ് ആവശ്യമുള്ള അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത എമർജൻസി പേഷ്യൻസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കിയേ, ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യന്റ്. OPD എന്താ എക്സ്പാൻഡഡ് ഫോം? OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ് പറഞ്ഞേക്കുന്നത്? ഈസിലി റീച്ചബിൾ ടു OPD പേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസ് ഇൻപേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനൊക്കെ പെട്ടെന്ന് ചെല്ലാനാകുന്ന ആ സ്ഥലത്തായിരിക്കണം ഈ റേഡിയോളജി റൂം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനോടൊക്കെ ചേർന്നായിരിക്കണം OPD പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ അതിനോടൊക്കെ ചേർന്നായിരിക്കണം, പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഇതായിരിക്കണം. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ അടുത്തായിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് പറഞ്ഞേക്കണേ, ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുതെന്ന്. ഇത് റേഡിയോളജി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അതൊരു പ്രത്യേകമായിട്ട് നിൽക്കണം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കരുത്. അപ്പൊ പെട്ടെന്ന് അത് നമുക്ക് റേഡിയോളജി സ്കാനിങ് എന്ന് പറഞ്ഞ് വേഗം പോയി ചെയ്യാൻ എളുപ്പത്തിന് ഇത് വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ അത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെക്കരുത് റേഡിയോളജി എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, it should not be put between other departments. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിൽ വയ്ക്കരുത്. നെക്സ്റ്റ് നോക്കിയേ, it should have some room for expansion at a later date. ഇനി അടുത്തത് എന്താ? അതിനൊരു ഇത് വേണം, should be have some room for expansion. ഇനി നമ്മളിപ്പോ ഒരു ചെറിയതായിട്ടാണെങ്കിലും അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് പുതുക്കി ഇച്ചിരി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസും കൂടി വേണം. അതായത് ചെറിയ റൂം 2 ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ നമുക്കത് ലേറ്റർ വീട്ടിൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റൂല, പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പൊളിച്ചു കളയേണ്ട വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നീട് അതൊരു എക്സ്പാൻഷൻ അതിന് ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടി വലുതാക്കണമെങ്കിൽ അതിനോടെയുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ കണ്ടിട്ട് വേണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട്. ഓക്കെ, അതിനുള്ള പിന്നീട് അത് വിപുലീകരിക്കാനുള്ള അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടി നമ്മൾ കണക്കാക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. We should have some room for expansion at a later date. പിന്നീടുള്ള തീയതികളിൽ ഒക്കെ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അപ്പൊ അതങ്ങനെ എടുക്കാനുള്ള റൂമും കൂടി ഒക്കെ എടുക്കാൻ പാകത്തിനുള്ളതായിരിക്കണം ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അടുത്തത് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്നത് ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി റിക്വയർ ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈ സിറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി, അതുപോലെ തന്നെ അപ്ഗ്രേഡബിലിറ്റി ഇതൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പെട്ടെന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സുകൾ. വേഗം വായിക്കട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും ഒപ്റ്റിമൽ ലൊക്കേഷൻ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വെക്കാൻ. പിന്നെ മോക്കിൻ പേഷ്യന്റ് മാത്രമല്ല എമർജൻസി പേഷ്യൻസിന് കൂടി കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് OPD പേഷ്യന്റ്, ഇൻപേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ അതിനോട് ചേർന്നായിരിക്കണം. അതിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിച്ചേരുന്ന രീതിയിൽ ഈസി റീച്ചബിൾ പെട്ടെന്ന് എത്തുന്ന രീതിയിലായിരിക്കണം. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെക്കരുത്. പിന്നെ പിന്നീടുള്ള രീതികളിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള റൂമൊക്കെ എടുക്കാൻ പാകത്തിനുള്ള ഒരു ഇതുകൂടി വേണം. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഫ്ലെക്സിബിലിറ്റി നോക്കണം. പിന്നെ എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി ഒക്കെ കണക്കിലെടുക്കേണ്ടത് ഉണ്ട്. ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ. ഓക്കെ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു. ഇത് കൂടാതെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെയാണ് സ്പേസ് നെസസിറ്റീസ് എന്ന് പറഞ്ഞേക്കുന്നത്, എന്തൊക്കെ വേണം. ഒന്നാമത്തെ
ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. ഒരു റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം. ഓക്കെ, നമ്മളിപ്പോ ചെല്ലുമ്പോ തന്നെ നേരെ സ്കാൻ ചെയ്യുന്ന റൂമിലേക്ക് എന്ന് സ്കാൻ ചെയ്യുകയാണോ ചെയ്യണേ, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുകയാണോ ചെയ്യണേ? ആദ്യം നേരെ റിസപ്ഷനിലേക്ക് ചെല്ലും അല്ലെ, അതിന്റെ അതുപോലെ തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യും. പിന്നെ സ്കാനിങ് ആണ് ഇത്, പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫീസ് ഒക്കെ അടച്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ല, എന്നിട്ടല്ലേ അവര് പേര് പിടിച്ചിട്ട് നമ്മളെ ഓരോരുത്തരെ കയറ്റുന്നത് അകത്തേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം? റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം. രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഏരിയ, റിസപ്ഷൻ ഏരിയ വേണം. രണ്ടാമത്, അപ്പൊ നമ്മളത് അവരവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മളപ്പോ പുറത്ത് അവിടെ വെയിറ്റിംഗ് റൂം ഉണ്ട്. വെയിറ്റിംഗ് റൂമിൽ നമ്മൾ പേഷ്യൻസ് വെയിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് റൂം വേണം. അല്ലാതെ വന്ന ആൾക്കാർക്ക് മുഴുവനും നമുക്ക് എന്താ പറയാ, അവരെയൊക്കെ ഒന്ന് ഇരുത്തണ്ടേ, എല്ലാവർക്കും കൂടി ഒപ്പം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് വെയിറ്റിംഗ് ഏരിയ റൂം വേണം. നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. റിസപ്ഷൻ ചെല്ലുമ്പോ തന്നെ നമ്മൾ അത് നേരെ കയറാൻ പറ്റൂല, റേഡിയോളജി സ്കാൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റിസപ്ഷൻ കൺട്രോൾ, അതുപോലെ രജിസ്റ്റർ ചെയ്യുന്ന ഏരിയ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റിന്റെ വെയിറ്റിംഗ് റൂം ഉണ്ട്. പിന്നെ അടുത്ത് നോക്കിയേ, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ സെപ്പറേറ്റിംഗ് സോർട്ട് ചെയ്യുക. അതായത് ഈ റിപ്പോർട്ടുകളൊക്കെ, അവിടെയുള്ള സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ സോർട്ട് ചെയ്യാന്, ശേഖരിക്കാനും അത് ഓരോന്നും വേർതിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം. മൂന്നാമത്തെ പറയുന്നത് കേട്ടോ, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ റിപ്പോർട്ട്സുകളൊക്കെ, സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ കളക്ട് ചെയ്യാനും അത് സോർട്ട് ഔട്ട് ചെയ്യാനും പിന്നെ അതുപോലെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയകൾ വേണം. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്ന ഫോർത്ത് പോയിന്റ്, റേഡിയോളജിസ്റ്റ് ഓഫീസ് നാച്ചുറലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂം ഷുഡ് ഹാവ് എ പ്രൊവിഷൻ ഫോർ വ്യൂവിംഗ് ആൻഡ് ചാർട്ടിംഗ് ഫിലിംസ്. റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ഈ എക്സ്റേ റൂമിനോട് ചേർന്നിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. റേഡിയോളജിസ്റ്റ് ഓഫീസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഷുഡ് ഹാവ് പ്രൊവിഷൻ ഫോർ വ്യൂയിങ് ആൻഡ് ചാർട്ടിംഗ് ദ ഫിലിംസ്. കാണാനും ഇത് ഫിലിംസ് ചാർട്ട് ചെയ്യാനും അത് കാണാനും വ്യൂ ചെയ്യാനും ഉള്ള ഒക്കെ ഒരു സൗകര്യമുള്ള ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസർ വേണം എക്സ്റേ റൂമിനോട് ചേർന്ന്. ഇത്രയും ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ 4 പോയിന്റ് പറയുന്നത്, രജിസ്ട്രേഷൻ, റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണം, പേഷ്യന്റ് വെയിറ്റിംഗ് റൂം വേണം, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ് കളക്ട് ചെയ്യാൻ സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം, പിന്നെ റേഡിയോളജിസ്റ്റ് ഓഫീസും വേണം. അത് ഏതിനോട് ചേർന്ന് വേണം? എക്സ്റേ റൂമിനോട് ചേർന്നിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. അവിടെ എന്തിനാ? ഹാവ് എ പ്രൊവിഷൻ ഫോർ വ്യൂയിങ് ആൻഡ് ചാർട്ടിംഗ് ദ ഫിലിംസ് ചാർട്ട് ചെയ്യാനും അത് വ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു റേഡിയോളജിസ്റ്റ് ഓഫീസും വേണം. ഓക്കെ, മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഇനി അടുത്തത് റേഡിയേഷൻ റിസ്കുകളാണ്. ഓക്കെ, റേഡിയേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് ചില എന്താ പറയാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവിടെ ആരാ MRI ചെയ്ത? ആരാ MRI ചെയ്തത് ഉണ്ടോ? സ്കാൻ ചെയ്തത് അല്ലെങ്കിൽ CT സ്കാനോ അൾട്രാസൗണ്ട് ഏതെങ്കിലും? അൾട്രാസൗണ്ടിന് അത്ര പ്രശ്നമില്ല എങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറയോ, ആരെങ്കിലും സ്കാൻ ചെയ്തവരാ ഉണ്ടോ? ഉണ്ടോ? അൾട്രാസൗണ്ട് ചെയ്തിട്ടുണ്ട് മിസ്സേ. അൾട്രാസൗണ്ട് അല്ലാതെ അൾട്രാസൗണ്ടാ ചെയ്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം? ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല, പേടിയും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? കുഴപ്പമൊന്നുമില്ല. ആരോ പറഞ്ഞല്ലോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ സ്കാൻ ചെയ്തിട്ട്? മിസ്സേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, MRI എടുക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നല്ലേ? ഒന്നാമതില് നമുക്കൊരു പേടി തന്നെയാണ് അതിന്റെ ഉള്ളിലേക്ക്, ആ ട്യൂബിന്റെ ഉള്ളിലേക്ക്. പിന്നെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴേ നമുക്ക് ഓൾറെഡി ഒരു
പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചൊക്കെ അതുകൊണ്ടാണ്. എങ്കിലും ഇവിടെ കുറച്ച് റേഡിയേഷൻ റിസ്കുകളാണ് പറയുന്നത്. റേഡിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ തന്നെ പലരുടെയും കാര്യങ്ങളൊക്കെ കേട്ട് അത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സിവിയർ എഫക്ട് എന്ന് വെച്ചാൽ അതികഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഹെവി ഡോസിങ്, ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, ഒരു കുറച്ച് സമയത്ത് വലിയ ഡോസ് കൊടുക്കുകയാണെങ്കിൽ ഹെവി ഡോസിങ്, ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ അടുത്ത ഡോസ് ഹെവി ഡോസ് നൽകുമ്പോൾ അത് സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയെ, അത് ഗ്യാസ്ട്രിക്കോ വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാ, ബ്ലഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ എഫക്റ്റ് ആണ് കേട്ടോ ഇത് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ സിവിയർ എഫക്ട്സിൽ സെറിബ്രമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രൽ എഫക്റ്റ് എന്ന് പറയുന്നത് കൺവൾഷൻസ് എന്ന് വെച്ചാൽ വിറയൽ. അത് വേണമെങ്കിൽ ഒന്ന് മലയാളത്തിൽ നോട്ട് ചെയ്ത് വെച്ചാട്ടോ. 1-2 വേർഡുകൾ അങ്ങനെ കണ്ണുണ്ട്. കൺവൾഷൻസ്, വിറയലുണ്ടാവാം, വിറയല്, കൺവൾഷൻസ്, വിറയല്. പിന്നെ ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച ഇങ്ങനെ മങ്ങുന്നത് പോലെ തോന്നാം. ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മറയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ കാഴ്ച ശരിക്കും ക്ലിയർ അല്ല, അപ്പോൾ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നാം. ഹെഡേക്ക്, തലവേദന ഉണ്ടാകാം. ഇതെല്ലാം സെറിബ്രൽ എഫക്ട്സിൽ വരുന്നതാണ്. അപ്പൊ അത് 3 നോക്കണോട്ടോ. സെറിബ്രൽ എഫക്ട്സിൽ വരുന്ന ഏതൊക്കെയാ? കൺവെൻഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്. വിറയലുണ്ടാവും, കാഴ്ച മങ്ങുന്നത് പോലെ ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാകാം. ഓക്കെ, ഹെഡേക്കും വരാം. ഇനി അടുത്തത് രണ്ടാമത്തെയാണ് ഗ്യാസ്ട്രിക്. വയറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. വയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് നോസിയ. നോസിയ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഓക്കാനം വരിക. ഓക്കാനം വരാം. പിന്നെ അടുത്ത വൊമിറ്റിംഗ്, വൊമിറ്റ് ചെയ്യാം, ഛർദിക്കാനായിട്ട് വരാം. പിന്നെ ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, ഒരു ഭാഗത്ത്, വയറ് ഫുള്ളായിട്ടല്ല, വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു കടുത്ത വേദന ഉണ്ടാകാം. When only one area of the abdomen is itching, ഒരു ഭാഗം, മൊത്തം വയറല്ല. ഇതാണ് പറഞ്ഞിരിക്കുന്ന ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. വയറിന്റെ ഒരു ഭാഗത്ത്, ഇങ്ങനെ വയറിന്റെ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ വേദന ഉണ്ടാകാം. ഇനി അടുത്ത ബ്ലഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അനീമിയ, പിന്നെ മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് ഉണ്ടാകുന്ന, മാരോ എന്ന് പറഞ്ഞാൽ മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഒരിത്. പിന്നെ അനീമിയ എന്ന് വെച്ചാൽ എന്താ? മലയാളം എന്താ അനീമിയ? വിളർച്ച. ഓക്കെ, അനീമിയ, വിളർച്ച എന്ന് പറയും. അനീമിയ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ അനീമിയ പറഞ്ഞതാണ്. എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC, ആവശ്യത്തിന് RBC ഇല്ലാത്തൊരവസ്ഥ, ഇതാണ് അനീമിയ, വിളർച്ച എന്ന് പറയുന്നത്. പിന്നെ നാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ. ഇത്രയാണ് അതിന്റെ ഇഫക്റ്റുകൾ വരുന്നത്. സിവിയർ എഫക്റ്റുകൾ വരുന്നതാണ് കേട്ടോ. സെറിബ്രൽ പറഞ്ഞു, ഗ്യാസ്ട്രിക് പറഞ്ഞു, ബ്ലഡ് പറഞ്ഞു. സെറിബ്രൽ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിറയൽ ഉണ്ടാവാം, കാഴ്ച, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മറയ്ക്കുന്നു, ഹെഡേക്ക്, തലവേദന ഉണ്ടാകാം. പിന്നെ ഗ്യാസ്ട്രിക്കുമായിട്ട്, വയറുമായിട്ട് ബന്ധപ്പെട്ട് നോസിയ, ഓക്കാനം വരാം, വൊമിറ്റിംഗ്, ഛർദിക്കാം. പിന്നെ ലോക്കലൈസ്ഡ് പെയിൻ, വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇങ്ങനെ പ്രത്യേക ഭാഗത്ത് വേദന ഉണ്ടാവാം. പിന്നെ ബ്ലഡില് അനീമിയ, മാരോ ഡിപ്രഷൻ. ഇനി രണ്ടാമത്തെയാണ് ക്രോണിക് എഫക്ട്. ക്രോണിക് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ നിരന്തരമായിട്ടുള്ള ഈ റേഡിയേഷൻ കാരണം, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ റേഡിയേഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ നിരന്തരമായിട്ടുള്ള റേഡിയേഷൻ കാരണം അത് കുറച്ച് സമയത്തേക്ക്, ഷോർട്ട് എക്സ്പോഷർ എന്നാ പറഞ്ഞേക്കുന്നത്, കുറച്ച് സമയം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണം. വോണ്ട് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ, നിരന്തരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഷോർട്ട് എക്സ്പോഷർ കാരണം സ്കിന്നിന് വരുന്ന കാര്യങ്ങള്, സ്കിന്നിന് ഹെയർ ലോസ് വരാം. ഈ കീമോ ഒക്കെ ചെയ്യണോടെയൊക്കെ മുടി കൊഴിഞ്ഞു പോകാറില്ലേ? കീമോ ചെയ്യണവര് ഈ എന്താ പറയാ, ക്യാൻസർ ഒക്കെ ആയിട്ട് അവര് റേഡിയേഷൻ ചെയ്യുന്ന ആളുകളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാം, ഹെയർ ലോസ് വരാം. ബ്രിട്ടിൽ നെയിൽ വെച്ചാൽ പൊട്ടി, നഖമൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പോകാം. ബ്രിട്ടിൽ നെയിൽ, അതാണ് സ്കിന്നിൽ വരുന്നത്. ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽ. ബ്ലഡിൽ വരുന്നതാണ് അനീമിയ, ലുക്കീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വിളർച്ച. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ. ഇത് അതിന്റെ ഒരു ചെറിയ എഫക്റ്റുകളായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ, ലുക്കീമിയ. പിന്നെ കണ്ണിന് വരുന്നതാണ് കാറ്ററാക്ട്. കാറ്ററാക്ട് എന്താ? മലയാളം എന്താ? കാറ്ററാക്ട്
തിമിരം, പ്രായവർക്കൊക്കെ ഇങ്ങനെ പാട പോലെ വന്നിങ്ങനെ തിമിരം എന്ന് പറയും, തിമിരം. പിന്നെ അതേഴ്സ് മറ്റുള്ളതാണ് സ്റ്റെറിലിറ്റി, ഒബീസിറ്റി, ക്യാൻസർ. സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, കുട്ടികൾ ഉണ്ടാകാത്ത ഇത് ഇൻഫെർട്ടിലിറ്റി. സ്റ്റെറിലിറ്റി, ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് വെച്ചാൽ എന്താ? അമിതവണ്ണം, പെട്ടെന്ന് ഇങ്ങനെ വണ്ണം വെക്കും. ഒബീസിറ്റി, ക്യാൻസർ. ഇതിന്റെ ഇത് നോക്കണം കേട്ടോ. സ്കിന്നിൽ എന്തൊക്കെയാ? ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയിൽസ്, ബ്രിട്ടില് അനീമിയ. എന്റെ അപ്പൊ ഒന്ന് പറഞ്ഞു ഇനി പ്രത്യേകം വായിക്കാൻ സമയമില്ല, നമുക്ക് വേഗം മാക്സിമം തീർക്കാവുന്ന അങ്ങ് തീർക്കാലോ. സ്കിന്നിൽ എന്തൊക്കെയാ? ബ്ലഡില് അനീമിയ, ലുക്കീമിയ, അതിൽ വരുന്നത് കാറ്ററാക്ട്, മറ്റുള്ള പ്രശ്നങ്ങളിൽ വരുന്നതാണ് ക്യാൻസർ. ഓക്കെ, ഇപ്പൊ 2 ഇഫക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. റേഡിയേഷൻ റിസ്കുകള് സിവിയർ എഫക്റ്റ് ഉണ്ട്. സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡോസ്, കുറച്ച് സമയത്തേക്ക്, ചെറിയൊരു സമയത്ത് പെട്ടെന്ന് വലിയ ഡോസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സെറിബ്രൽ ഗ്യാസ്ട്രിക് ബ്ലഡ് പറഞ്ഞു. പിന്നെ ക്രോണിക് എഫക്റ്റ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു എക്സ്പ്ലോഷർ ആണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു നിരന്തരമായിട്ടുള്ള ഷോർട്ട് എക്സ്പ്ലോഷർ കാരണം ഉണ്ടാകുന്ന എഫക്റ്റുകൾ. സ്കിന്നിന്റെ പറഞ്ഞു, ബ്ലഡിന്റെ പറഞ്ഞു, ഐന്റെ പറഞ്ഞു, പിന്നെ അതേഴ്സ് മറ്റുള്ള കാര്യങ്ങൾ. ഇത് ക്ലിയർ ആയോ? ഇതിനകത്ത് നിങ്ങൾ ഈ ക്രോണിക് എഫക്റ്റിൽ വരുന്ന ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബ്ലഡിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഫക്റ്റ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചോളൂ. ജസ്റ്റ് അതിന്റെ ഏതൊക്കെയാ വരുന്നതെന്ന് മാത്രം ഒന്ന് നോക്കി വരിക കേട്ടോ. ഇപ്പൊ ഗ്യാസ്ട്രിക് എഫക്ട്സിൽ വരുന്നത് ഏതൊക്കെയാന്ന് ചോദിക്കാം. ഏതൊക്കെയാ വരുന്നത്? ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഗ്യാസ്ട്രിക് ഏതൊക്കെയാ വരുന്നത്? ലോക്കലൈസ്ഡ് ഗ്യാസ്ട്രിക്, ബ്ലഡില് അനീമിയ, മാരോ ഡിപ്രഷൻ. ഇനി ക്രോണിക് എഫക്റ്റില് വരുമ്പോൾ നമ്മൾ പറഞ്ഞ ബ്ലഡില് അനീമിയ, ലുക്കീമിയ, പിന്നെ സ്കിന്നില് ഹെയർ ലോസ്, ബ്രിട്ടിൽ നെയില്, ഐയുടെ കാറ്ററാക്ട്, മറ്റുള്ളത് സ്റ്റെറിലിറ്റി, ഒബീസിറ്റി, ക്യാൻസർ. വന്ധ്യത, ഒബീസിറ്റി എന്ന് വെച്ചാൽ അമിതവണ്ണം, ക്യാൻസർ. ഓക്കെ, നെക്സ്റ്റ് ചെറിയൊരു ഇതാണ് പറഞ്ഞേക്കുന്നത്. റെഗുലേറ്ററി ബോർഡാണ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB. അവിടെ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എന്തായാലും എക്സാമിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ്പാൻഡഡ് ഫോം. ഏതെങ്കിലും ഒന്നത്തിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB. എന്താ AERB എക്സ്പാൻഡഡ് ഫോം? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. Okay. Outlined by the central government is the proficient authority as a regulatory board for granting, renewal, withdrawal, and revocation constants for nuclear and radiation facilities. ഇവിടെ ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾക്കുള്ള റിന്യൂവൽ ചെയ്യാനുള്ളത്, അതുപോലെ വിഡ്രോവല്, അസാധുവാക്കല്, റിവൊക്കേഷൻ അസാധുവാക്കല് എന്നിവ അസാധുവാക്കാനുള്ള കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സമ്മതം. റിവൊക്കേഷൻ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അസാധുവാക്കൽ, അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സമ്മതം എന്നിവ നൽകുന്നത് ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇവിടെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒരു ഇത് എന്താന്നുള്ളത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത് is outlined by the central government. എന്താണ് ചെയ്യുന്നത്? is the proficient authority as a regulatory board for granting, renewal, withdrawal and revocation constants for nuclear and radiation facilities. ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള ഈ വിഡ്രോവല്, പിന്നെ അതുപോലെ തന്നെ ഗ്രാന്റിങ് അനുവദിക്കുന്ന പെർമിറ്റ് കൊടുക്കുന്നത്, വിഡ്രോവല്, പിന്നെ അതുപോലെ റിവൊക്കേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള സമ്മതം കൊടുക്കുക എന്നിവ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ AERB ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. ജസ്റ്റ് ഒരു സെന്റൻസ് തന്നിട്ടുള്ളൂ, എന്ന് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ഇത് നിങ്ങൾ പഠിക്കേണ്ട വരും. ഡയഗ്നോസ്റ്റിക് ഏരിയ, റേഡിയോളജിയുടെ ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കണം ആ ഒരു ഏരിയ എന്നുള്ള കാര്യങ്ങളാണ് നോക്കാം. Radiology room are secluded that people cannot come 1 meter of outside wall. Okay, റേഡിയോളജി റൂം എന്ന് പറയുന്നത് ഇപ്പൊ നേരെ നമ്മൾ റേഡിയോളജി റൂമിലേക്ക് കയറുവാണോ? നേരെ കയറുവോ?
അവിടെ ഹൈ റേഡിയേഷൻസ് ആണ് അവിടെ നടത്തുന്നത് അല്ലെ. റേഡിയോളജിയിൽ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ നല്ല റേഡിയേഷനാണ്. ആ റേഡിയേഷൻ ഒന്നും നമ്മുടെ മേത്തൊന്നും അടിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിന്റെ പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ വരെ വരാൻ കഴിയുള്ളൂ. 1 മീറ്റർ അവിടെ നിന്ന് ആ ഡിഫറൻസ് വേണം. ആ വാളായിട്ട് ഔട്ട്സൈഡ് വാളായിട്ട് 1 മീറ്റർ. അത് കഴിഞ്ഞിട്ടാണ് ആ റൂം വെക്കാൻ പറ്റുള്ളൂ. ഇത് ഒന്നാമത് പറഞ്ഞേക്കുന്നത്. Radiology room are secluded that people cannot come 1 meter of its outside point. പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസ് അത് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും അപ്പൊ ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ ആ ഒരു ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യണം. ഇതുപോലെ തന്നെയല്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ നേരെ ഡോർ കഴിഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ ആണോ? ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലമാണോ? അവിടെ കുറച്ചും കൂടി നമ്മളിപ്പോ പുറമെ ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞ ഒരു വലിയ ഡോർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടും അവിടെ കുറെ സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും ആ തിയേറ്റർ അല്ലേ? അല്ലാതെ അല്ലെങ്കിൽ പിന്നെ വാതിൽ തുറന്ന് നേരെ നമ്മൾ തിയേറ്ററിലേക്ക് കയറൂലേ? അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ഈ പേഷ്യൻസിന്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും അങ്ങോട്ട് അങ്ങോട്ട് അത് കയറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അവിടെ. ഇതുപോലെ തന്നെയാണ് റേഡിയോളജി റൂമിലും. അവിടെ 1 മീറ്റർ ഗ്യാപ്പ് വേണം, ഡിസ്റ്റൻസ് വേണം. എന്ന് വെച്ചാൽ ആളുകൾക്ക് നേരെ തുറന്ന് വേഗം റേഡിയോളജി റൂമിലേക്ക് കയറാൻ പറ്റരുത്. അതെന്ന് വെച്ചാൽ അതിന്റെ ആ റേഡിയേഷൻ റിസ്കുകൾ അപ്പൊ ഇതൊക്കെ നമ്മുടെ മേത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ 1 മീറ്റർ പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ വരെ ആളുകൾക്ക് അവിടെ പേഷ്യന്റിന് വരാൻ പറ്റുള്ളൂ. ആളുകൾക്ക് നോക്കിയാൽ റേഡിയോളജി റൂം ആർ സെക്ലൂഡഡ് ദാറ്റ് പീപ്പിൾ കനോട്ട് കം 1 മീറ്റർ ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. ഔട്ട്സൈഡ് വാളിൽ നിന്ന് 1 മീറ്റർ ഗ്യാപ്പ് വേണം. പിന്നെ വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. പിന്നെ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറേ ജനലുകളൊക്കെ ഉണ്ടായിരിക്കോ? കുറെ ജനലൊക്കെ ഉണ്ടായിരിക്കോ റേഡിയോളജി റൂമില്? അവിടെ വിൻഡോസ് ആർ അവോയ്ഡഡ്. വിൻഡോ ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് ആ റേഡിയേഷൻ അത് പെനിട്രേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി വിൻഡോസ് ഒഴിവാക്കണം. അത് ജനലുകൾ ഉണ്ടെങ്കിൽ ആ ജനലിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് റേഡിയേഷൻ വരാൻ ചാൻസ് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് വിൻഡോസ് എല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. വിൻഡോസ് ആർ അവോയ്ഡഡ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻ ചെയ്യുമ്പോൾ ആ റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് പോകാതിരിക്കണം. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിൻഡോ ഒഴിവാക്കണം. അപ്പൊ ഓൾ ദ വാൾസ് ആൻഡ് ഡോർസ് ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഇതിന് മൂന്നാമത് പറഞ്ഞേക്കുന്നതിന് എല്ലാ വാളുകളും ഭിത്തികളും ഡോറും ഒക്കെ എങ്ങനെ പെയിന്റ് ചെയ്യണം? ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് വെച്ചിട്ട് പെയിന്റ് ചെയ്യണം. എപ്പോഴും റേഡിയേഷൻ ചെയ്യാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡോറും വാൾസ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ് കൊണ്ട് തന്നെ പെയിന്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നോക്കി, ആസ് പെർ ടു BARC. ആസ് പെർ BARC 2 വേണമെന്നില്ല അവിടെ. ആസ് പെർ BARC ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. BARC എന്ന് പറയും, ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ. അത് നോക്കിയേ, ഈ ബഫ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് അതെന്ന് പറഞ്ഞാൽ മുംബൈ ദ വാൾ ഓഫ് ദ റേഡിയോളജി റൂമിന്റെ വാൾ എന്ന് പറയുന്നത് ഷുഡ് ബി 9 ഇഞ്ച് തിക്ക് കോൺക്രീറ്റ് വാൾ. 9 ഇഞ്ച് കട്ടിയിലുള്ള കോൺക്രീറ്റ് വാളാണത്. ഓർ 14 ഇഞ്ചസ് തിക്കൻ ബൈ മേസണറി വാൾസ്. അത് മേസണറി വാൾസ് എന്ന് പറഞ്ഞിട്ടോ PRIE എന്നുള്ള വെട്ടിക്കളയാം. അത് നോക്കാം, 14 ഇഞ്ച് തിക്ക് മേസണറി വാൾസ്. കൽഭിത്തികള് 14 ഇഞ്ചും അതുപോലെ തന്നെ കോൺക്രീറ്റ് വാൾസ് 9 ഇഞ്ചും ഉണ്ട്. ഏതിന്റെയാണ്? BARCക്ക്, ബഫ അറ്റോമിക് റിസർച്ച് മുംബൈയിലുള്ള ബഫ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ വാൾസ്, റേഡിയോളജി റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത് 9 ഇഞ്ച് തിക്കിലുള്ള കോൺക്രീറ്റ് വാളും 14 ഇഞ്ച് തിക്കിലുള്ള മേസണറി വാൾസും ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ് മിനിമം ഫർണിച്ചർ. കുറെ ഫർണിച്ചർ വേണം അതിന്റെ ഉള്ളില്. വേണോ? പോലൊന്നും ഫർണിച്ചർ ഒന്നും വേണ്ട. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫർണിച്ചർ മതി അവിടെ. ടു കീപ് ദ മിനിമം ഫർണിച്ചർ. ആവശ്യത്തിനുള്ള ഫർണിച്ചർ മാത്രം മതി. പിന്നെ അടുത്ത് പറഞ്ഞ പ്രൊവൈഡ് വെന്റിലേഷൻ ട്യൂബ് ഫുഡ്സുകൾ. ഈ നമ്മൾ പറഞ്ഞല്ലോ ജനലുകൾ വേണ്ടെന്ന് പറഞ്ഞല്ലോ, ജനൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു, വിൻഡോസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എയർ സർക്കുലേഷൻ വേണ്ടേ? എയർ കിടക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് വെന്റിലേഷൻ ട്യൂബ് ഫുഡ്സുകൾ, വായുസഞ്ചാര മാർഗങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം.
ഓക്കെ, വെന്റിലേഷൻ ഫ്യൂംസ് പ്രൊവൈഡ് ചെയ്യണം, വായു കടക്കാൻ വേണ്ടിയിട്ട്. വിൻഡോസ് നമ്മൾ പറഞ്ഞ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ ജനലിൽ കൂടിയൊക്കെ ആ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഇത് റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പോകും. സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ റേഡിയേഷൻ പുറത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വിൻഡോ ഒഴിവാക്കണം. അപ്പൊ ഈ നമ്മൾ എയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, വായുസഞ്ചാര മാർഗത്തിന് വേണ്ടിയിട്ട് വെന്റിലേഷൻ ഫ്യൂ ഫുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. ഈ എക്സ്റേ മെഷീൻ എവിടെ വെക്കണം എന്ന് പറഞ്ഞേക്കണേ? ഇവിടെ വെക്കണം എന്ന് പറഞ്ഞേക്കണേ ഇൻ ദ കോർണർ. അപ്പൊ ആ എക്സ്റേ റൂമിന്റെ ഒരു കോർണറിൽ വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ദർ ഈസ് എന്തിനു വേണ്ടിയാണ്? സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. അതിവിടെ മൂവ് ചെയ്യാനുള്ള സ്പേസ്, മൂവിംഗ് സ്പേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റേ മെഷീൻ കോർണറിൽ വെക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഒക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരല്ലേ എന്ന് ആദ്യം പ്രാർത്ഥിക്കാം. സപ്പോസ് എന്തെങ്കിലും കാരണത്താലും പോകേണ്ട വന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് അവിടെ വർക്കൗട്ട് ചെയ്തേക്കണേന്ന്. കുറച്ചും കൂടി ഇനിയിപ്പോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന വെറുതെ പോരാതെ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ, അതുപോലെയൊക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു നാളും പിന്നെ നമ്മൾ വെറുതെ പോയി അങ്ങ് പോവുകയുണ്ടായിരുന്നുള്ളൂ. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ എക്സ്റേ മെഷീൻ ഒക്കെ അവിടെ വെക്കണം, കോർണറിൽ വെക്കണം. അതാ നമുക്ക് ആവശ്യത്തിനുള്ള മൂവിംഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്റേ മെഷീൻ ഒക്കെ കോർണറിൽ തന്നെ വെക്കാം. പിന്നെ അടുത്ത് പറഞ്ഞിരുന്നത് ലാസ്റ്റ് പോയിന്റ്, ദ ഫ്ലോറിംഗ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഹെവി മെഷീൻ, particularly if the lab is built on the top floor. പിന്നെ അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ എക്സ്റേ മെഷീൻ ഒക്കെ എങ്ങനെയാ എക്സ്റേ സ്കാനിങ് ചെയ്യാനുള്ള MRI സ്കാനേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്, ഹെവി മെഷീനാണ്. അപ്പൊ ആ ഹെവി മെഷീനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഫ്ലോറിങ്ങിന് അതിനുള്ള കപ്പാസിറ്റി വേണം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന്, അതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വേണമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? ഈ ഫ്ലോർ നല്ല സപ്പോർട്ട്, ഈ ഇത്രയും ഹെവി മെഷീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്ലോർ നല്ല ബലം വേണം. ഓക്കെ, particularly if the lab is built on the top floor. പ്രത്യേകിച്ച് ലാബ് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ എന്ത് വേണം? നല്ല ഫ്ലോറിങ് നല്ലതായിരിക്കണം, നല്ല ഫ്ലോറിങ് ആയിരിക്കണം. ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ പ്രത്യേകിച്ച് പറയാണ് ഫ്ലോറിങ് ഇത്രയും ഹെവി മെഷീനാണ്, നല്ല ലോഡുള്ള ഹെവി മെഷീനാണ്. അപ്പൊ അതിനെയൊക്കെ ഇത്രയും വലിയ മെഷീനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിങ് നല്ലതായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. അതിനനുസരിച്ചുള്ള അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഫ്ലോറിങ് വേണം. ഓക്കെ, പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. റേഡിയോളജിസ്റ്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകളാണ് കേട്ടോ. 8 പോയിന്റാ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? സ്പീഡ് കൂടുതലാന്ന് തോന്നുന്നുണ്ടോ? ഇത് അത്ര നമുക്ക് സാധാരണ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് പറഞ്ഞല്ലോ ഇനി ഒരു ചാപ്റ്റർ കൂടി നമുക്ക് കവർ ചെയ്യാണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു എനിക്ക് എന്താ പറയാ, നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ അത് ഒന്നുകൂടി പറയാട്ടോ. അത് ഇതൊന്ന് വ്യക്തം വായിച്ചു നോക്കി. നമ്മളെ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്? എത്ര ഇത് വേണമെന്ന് പറഞ്ഞേക്കുന്നേ? പുറം ഭിത്തിയിൽ എത്ര മീറ്റർ? ഇതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. 1 മീറ്റർ അകലം വേണം. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ? വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ വിൻഡോസ് പിന്നെ കുറെ ജനലൊക്കെ പെനിട്രേറ്റ് ചെയ്ത് വരും അല്ലെ, ആ റേഡിയേഷൻ പുറത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. മൂന്നാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെ വാഷബിൾ ആയിട്ടുള്ള പെയിന്റ് കൊണ്ട് ഡോർസും വിൻഡോസും ഒക്കെ പെയിന്റ് ചെയ്യണം. ഓക്കെ, ഫോർത്ത് പോയിന്റ്
പിന്നെ BRCയുടെ ഇത് വെച്ച് വോൾസ് 9 ഇഞ്ച്, അത് കോൺക്രീറ്റ് വോൾ 9 ഇഞ്ചും Masonry walls 14 ഇഞ്ച് തിക്കിലും ആണ് അവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത നെക്സ്റ്റ് പോയിന്റ്. മിനിമം ഫർണിച്ചർ കുറച്ച് സൂക്ഷിക്കുക. ഫർണിച്ചർ മതി, ഒരുപാട് ഫർണിച്ചർ ഒന്നും വേണ്ട. കീപ് മിനിമം ഫർണിച്ചർ. നെക്സ്റ്റ് വൺ. പിന്നെ എയർ കടക്കാൻ വേണ്ടി ഫ്യൂം ഫുഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ വിൻഡോസ് അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് എയർ വേണം അല്ലെ? അപ്പൊ വായു കടക്കാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ ഫ്യൂം ഫുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഒരു കോർണറിലായിട്ട് എക്സ്റേ മെഷീൻ, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള മൂവിംഗ് സ്പേസ് അവിടെ നടക്കാൻ, ഇപ്പൊ നടക്ക് തന്നെ സെന്ററിൽ കൊണ്ടുവച്ചാൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊക്കെ കോർണറിലേക്ക് ആ മെഷീൻ ഒരു മൂലക്ക് ഒതുക്കി വെക്കാം. എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു മാറ്റാൻ പറ്റൂലല്ലോ, നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു മൂലക്ക് ഒതുക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്തിനാണ് ആവശ്യത്തിനുള്ള അവിടെ മൂവിംഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോർണറിലേക്ക് വെക്കാം. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേ? ഫ്ലോർ ആണ്. ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? ഫ്ലോറിംഗ് ഷുഡ് ബി ലോഡ് ഹെവി മെഷീൻസ്. അതെനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, നമ്മൾ ഇതിന്റെ ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം നോക്കിയേ. Flooring should be able to support a load of heavy machine. ഈ MRI സ്കാനേഴ്സും CT സ്കാനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെഷീൻ അല്ലേ? വലിയ ഹെവി മെഷീനാണ്, നല്ല വെയിറ്റ് ഉള്ള മെഷീനാണ്. അപ്പൊ അത്രയും മെഷീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിംഗ് നല്ല വില ഉള്ളതായിരിക്കണം. പർട്ടിക്കുലർലി ഇഫ് ദ ലാബ് ഈസ് ബിൽഡ് ഓൺ ദ ടോപ്പ് ഫ്ലോർ. പ്രത്യേകിച്ച് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ, സപ്പോസ് ഈ റേഡിയോളജി റൂം അത് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ, ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലൊക്കെ ആണെങ്കിൽ ആ ഫ്ലോറിങ് നല്ല ഇതാവണം അല്ലെ? ഈ മെഷീനൊക്കെ വെക്കാൻ പാകത്തിന് അത്രയും ബലം വേണം എന്നാ പറഞ്ഞേക്കണം, അത്രയും ഉറപ്പുള്ളതായിരിക്കണം. ഫ്ലോറിംഗ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട്, ആ അത്രയും ഹെവി മെഷീനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഫ്ലോറിങ് നല്ല നല്ല ഉറപ്പുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ. ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, താഴെയല്ലേ? ഇപ്പൊ എന്തായാലും താഴേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ ഇത്രയും ഹെവി മെഷീനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ ഫ്ലോറിങ് അതനുസരിച്ചുള്ള നല്ല കട്ടിയുള്ള ഫ്ലോറിങ് തന്നെയായിരിക്കണം. ഓക്കെ, സാധാരണ ഇപ്പൊ നമ്മൾ വെറുതെ എന്താ പറയാ, ഈ കോൺക്രീറ്റ് അല്ലാതെ വെറുതെ ഈ വേറെ ഇതൊക്കെ സംഭവങ്ങളൊന്നും ഫ്ലോറിങ് ചെയ്യാൻ പാടില്ല. മച്ച് പോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇത്രയും വലിയ ലോഡ് മെഷീൻ വരുന്നതല്ലേ? അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിങ് നല്ലതായിരിക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് 20 ആയല്ലേ? ഇതും കൂടി നോക്കാം. ഇനി നെക്സ്റ്റ് ആണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു സെന്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. താഴെയുള്ളതാണ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഒന്ന് നോട്ട് ചെയ്തോ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താ പറയപ്പെടുന്ന മറ്റൊരു പേരേതാ? ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നറിയപ്പെടുന്നു. ഇനി എന്താന്ന് വെച്ചാൽ അവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താ? ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം വന്നിട്ടുണ്ട്, IAEA. ഓക്കെ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവിടെ ചോദിക്കാം എക്സ്പാൻഡ് IAEA. എന്താണ് എക്സ്പാൻഡഡ് ഫോം? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. International Atomic Energy Agency as the protection of people from injurious effect of exposure to ionizing radiation and the means of attaching this. Ionizing radiation ആയിട്ട് അതിന്റെ സമ്പർക്കം പുലർത്തുന്നതിന്റെ അതിന്റെ എഫക്റ്റ്, അയനൈസിങ് റേഡിയേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, ആ സമ്പർക്കം പുലർത്തുന്നതിന്റെ എഫക്റ്റ്, അതിന്റെ ഫലങ്ങളിൽ നിന്നുള്ള മരുന്നുകളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളുമാണ് ഈ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടാൽ തന്നെ അറിയാം, പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ റേഡിയേഷൻ, അയനൈസിങ് റേഡിയേഷൻ, ഈ റേഡിയേഷന്റെ ആ എക്സ്പ്ലോഷർ, റേഡിയേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇത്
സ്കാനിങ് MRI ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷൻ റിസ്കുകളിൽ നിന്ന് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള അതിന്റെ എഫക്റ്റുകളിൽ നിന്നൊക്കെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള സംരക്ഷണങ്ങളും അത് നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Is defined by the International Atomic Energy Agency as the protection of people from injurious effect of exposure to ionizing radiation and the means for attaching peace. അത് നേടുന്നതിനുള്ള പരിഹാര മാർഗങ്ങളും ഒക്കെ പറയുന്നത്. അപ്പൊ ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇതെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നേ? റേഡിയേഷൻ പ്രൊട്ടക്ഷനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ സർക്കംസ്റ്റാൻസ് വെയർ their exposure is directly connected with their work. ഒക്യുപേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ജോലി അല്ലെ? അപ്പൊ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ റേഡിയോളജി ചെയ്യുന്ന എന്താ പറയാ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ ജോലി ചെയ്യുന്ന വർക്കർമാരില്ലേ, ജോലിക്കാരില്ലേ, അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയാ ആ റേഡിയേഷനുമായിട്ട് അവര് നേരിട്ട് കോണ്ടാക്ട് വരുന്ന ആളുകളാ അല്ലെ? അവർക്ക് എന്ന് പറഞ്ഞ് വേറെ എന്താ ജോലി? സ്കാൻ ചെയ്യുക എന്നുള്ളതല്ല അവർക്കുടെ ജോലി. അപ്പൊ അങ്ങനെയുള്ള ജോലിക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ സർക്കംസ്റ്റാൻസ്. ആ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇപ്പൊ ഇവിടെ ചോദിക്കും, ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ സർക്കംസ്റ്റാൻസ് വേർ എക്സ്പോഷർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ റേഡിയോളജിക്കൽ വർക്ക്. ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതെഴുതാം? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അവിടെ വർക്ക് ചെയ്യുന്ന റേഡിയോളജി റൂമിൽ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ജോലിക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക, റേഡിയോളജിയിൽ നിന്ന് റിസ്കുകളിൽ നിന്ന് അതിന്റെ റേഡിയേഷനിൽ നിന്ന് വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇനി രണ്ടാമത്തെ നോക്കാം, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അത് ആരുടെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചേക്കുന്നത് നോക്കിയേ? വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. ആർക്കുടെ പ്രൊട്ടക്ഷനാ? പേഷ്യന്റ്. അത് ചെയ്യാൻ ഇപ്പൊ എനിക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഞാനാണ് അവിടെ പേഷ്യന്റ്. അപ്പൊ എന്റെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. ആ റേഡിയേഷൻ ചെയ്യുന്ന ആ പേഷ്യന്റ്, സ്കാൻ ചെയ്യുന്ന ആ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിച്ചത്. Exposure to radiation as part of their diagnosis of treatment. അവരുടെ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തായാലും റേഡിയേഷൻ ചെയ്യണമല്ലോ, സ്കാൻ ചെയ്യണമല്ലോ. അപ്പൊ അവർക്കുടെ പ്രൊട്ടക്ഷൻ. നമ്മുടെ ഡയറക്റ്റ് ഈ സ്കാൻ ചെയ്ത ആളുകളെയൊക്കെ നേരെ കൊണ്ടുപോയി എന്താ പറയാ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ് കൊണ്ടാണോ സ്കാൻ ചെയ്യാൻ സ്കാനിങ് ചെയ്തത്? അവരവിടെ വേറെ എക്സ്ട്രാ ഡ്രസ് ഒക്കെ തന്നില്ലേ സ്കാൻ ചെയ്തപ്പോ? തന്നോ? ടവല് തന്നായിരുന്നു. അൾട്രാസൗണ്ടിന് അൾട്രാസൗണ്ടാ ചെയ്തേ അല്ലേ? ഓക്കെ, അതിന് പിന്നെ അത്ര റേഡിയേഷൻ ഒന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞല്ലോ, സേഫ് ആണ് പറഞ്ഞല്ലോ അൾട്രാസൗണ്ട്. MRI സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്കാൻ ചെയ്യുന്ന ഒരു പേഷ്യന്റിന് എന്താ പറയാ ഒരു ഡ്രസ് ഇടിക്കും അവര്. അത് ആ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതെന്തോ നമ്മൾ ചെയ്യുന്ന ഭാഗമല്ല മറ്റു ഭാഗങ്ങളിലേക്കൊന്നും റേഡിയേഷൻ ഒന്നും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് which is the protection of patient exposed to radiation are part of their diagnosis or treatment. അവരുടെ ഡയഗ്നോസിസിന്റെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തായാലും നമ്മൾ എന്താ പറയാ റേഡിയേഷൻ അത് ചെയ്യണമല്ലോ. അപ്പൊ അത് ആ പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെയാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇത് ആർക്കിടെയാന്ന് നോക്കിയേ? വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. ഒരു പൊതുസമൂഹത്തിന്റെയും അതുപോലെ തന്നെ പൊതുജനത്തിന്റെയും ഒക്കെ സംരക്ഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പേരിൽ തന്നെ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക്കിന്റെ ഒരു പൊതുജനത്തിന്റെയും അതുപോലെ തന്നെ ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ, പൊതുസമൂഹത്തിന്റെയും പൊതുജനത്തിന്റെയും ഒക്കെ സംരക്ഷണമാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഈ റേഡിയേഷൻ റിസ്കുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു, പിന്നെ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു, പിന്നെ അടുത്ത പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് ആരുടെ പ്രൊട്ടക്ഷൻ? അവിടെ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സിന്റെ അവിടുത്തെ ജോലിക്കാരുടെ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ആരുടെയാ? പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് individual members of public and the population in general. Okay. അപ്പൊ അത് മൂന്നെണ്ണം നിങ്ങൾ നോക്കുക കേട്ടോ. അതായത് which of the following radiation protection means the protection of patient? ഏതാണ് പേഷ്യന്റ് പ്രൊട്ടക്ഷൻ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏതിനാണ് വരുന്നത്? മെഡിക്കൽ റേഡിയേഷൻ. വർക്കേഴ്സിന്റെ ആണെങ്കിൽ ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയും. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് മതി ഇതിനകത്ത് ചോദിക്കാവുന്നത്. ഇതിനകത്ത് ഞാൻ മോക്ക് ടെസ്റ്റില് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇട്ടോളാം കേട്ടോ. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം നിങ്ങള്. ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഫുൾ ഫോം എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മൂന്നെണ്ണം എന്ന് പറഞ്ഞത് അതിന്റെ എക്സ്പാൻഡഡ്, പിന്നെ CT പറഞ്ഞു, കമ്പ്യൂട്ടർ ടോമോഗ്രാഫി അത് നോക്കണം. പിന്നെ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഡാഷ് ഇട്ടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് കഴിഞ്ഞൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ഓപ്ഷൻ എയില് പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ റേഡിയോളജി റൂം, ഓപ്ഷൻ ബിയില് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ റേഡിയോളജി റൂം, ഓപ്ഷൻ സിയില് പ്രൊട്ടക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ജനറൽ, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഏതാ ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആയിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. അല്ലെങ്കിൽ ഇവിടെ പിന്നെ ചോദിച്ചേക്കുന്നത് ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഡാഷ് ഇട്ട് തരാം, അതിനകത്ത് ഏതാണെന്നുള്ളത് ചോദിക്കാം. ഇത്രയും ഇന്ന് മതി നമുക്ക് ക്ലാസ് തീരാം. നമുക്ക് അടുത്തൊരു 2 ക്ലാസ് കൂടി എന്തായാലും ഈ ആഴ്ച കിട്ടും. അപ്പോഴത്തേക്കും ഒരുവിധം നമുക്ക് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ ഇന്ന് പറഞ്ഞത് റേഡിയോളജി ആണ്. ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. ഇവിടെ ഇമേജിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി പറഞ്ഞു. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ പറഞ്ഞു. അപ്പൊ അത് നോക്കാം. ബോൺസിന്റെ കാര്യം എക്സ്റേ പറഞ്ഞു. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്കിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയേഷൻ, ഓങ്കോളജി. ഡയഗ്നോസ് ചെയ്യുന്നു. ഇന്റർവെൻഷണൽ ഡയഗ്നോസിസ് മാത്രമല്ല അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അതില് വരുന്നത് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന 4 നോക്കണം. ആൻജിയോഗ്രാഫി, ബയോപ്സി, കാർഡിയാക് കാത്തറൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി, പിന്നെ റേഡിയേഷൻ, ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പിയാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ്. പിന്നെ അതിന്റെ ലൊക്കേഷൻ, റേഡിയോളജി റൂമിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയിന്റ് പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, റിസപ്ഷൻ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഏരിയ, പേഷ്യൻ വെയിറ്റിംഗ് റൂം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റേഡിയേഷൻ റിസ്കുകളാണ്. ഇത് റേഡിയേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ എഫക്റ്റുകൾ, റിസ്കുകൾ, സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്ട്സും പറഞ്ഞു. അതിനകത്ത് ഓരോന്ന് വരുന്നത് ഏതാണെന്ന് പറഞ്ഞു. പിന്നെ റെഗുലേറ്ററി ബോർഡ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കുക. പിന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയ വിൻഡോസ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സുകൾ പറഞ്ഞു. പിന്നെ അടുത്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് പറഞ്ഞു. അതിന് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നാളെ ഇവിടെ നമ്മുടെ ക്ലാസ്. അപ്പോഴത്തേക്ക് ഇത്രയൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. എല്ലാവരും വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക. നമുക്ക് എന്നാലാണ് ഇനി കണ്ടിന്യൂ ചെയ്ത് വേഗം എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത് തന്നെ വായിക്കുക, ഉറപ്പായിട്ട് വായിക്കണോണ്ടാ. ഓക്കെ, നമുക്ക് ഇനി ടൈം വളരെ കുറച്ചുള്ളൂ. ഇതുപോലെ നമുക്ക് എന്താ പറയാ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടൈം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും വായിക്കുക. അനിഷ, ഷീബ, റിൻസി എല്ലാവരും ഇന്ന് വായിക്കണം കേട്ടോ. ഇന്ന് തന്നെ ഇത്ര ഒന്ന് വായിച്ചു വെക്കുക.
ഇന്ന് തന്നെ വായിച്ചാൽ നമുക്ക് നല്ല ഓർമ്മ കിട്ടും. പിന്നെ എക്സാമിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് തന്നെ വായിച്ചു വെക്കാം. എന്നാ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. പാരന്റ്സ് നമുക്ക് നാളെ കിട്ടുക എന്തായാലും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ മിസ്സേ, താങ്ക് യു. ഓക്കെ.